ഹേ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 1989 ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ എ കരീബിയൻ മിസ്റ്ററീസ് എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു ക്രൈം ത്രില്ലർ മൂവി ആയതുകൊണ്ട് നിങ്ങൾ എന്തായാലും വ്യക്തമായിട്ട് കാണണം. കാരണം ഇതിൽ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. അവരെല്ലാവരെയും നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ ഈ സ്റ്റോറിയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാൻ കഴിയത്തുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയ കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് മാക്സിമം ഒന്ന് ശ്രദ്ധിച്ച് കാണാൻ ശ്രമിക്കുക. അപ്പൊ കഥയോടൊപ്പം ആ ഒരു കൊലയാളി ആരാണെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നമുക്ക് നേരെ കഥയിലേക്ക് പോവാം. ഈ കഥ തുടങ്ങുമ്പോൾ തന്നെ ഒരു വോയിസ് ഓവറോട് കൂടിയാണ് ഈ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിലൊരാൾ പറയുന്നത്, എന്റെ ആന്റിക്ക് കുറച്ച് ബ്രേക്ക് വേണം, അതുകൊണ്ട് ബാർബിഡോസിലേക്ക് ആന്റിയെ ഞാൻ അയച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. അവൻ പറയുന്ന ആ ഒരു ആന്റിയാണ് മിസ് മാർപ്പിൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ. ഇപ്പൊ അത് കഴിഞ്ഞ് കാണിക്കുന്നത് മറ്റൊരു റിസോർട്ട്. അവിടെ ബീച്ചിൽ നീന്തിയതിനു ശേഷം കരയിലേക്ക് വരുന്ന ഒരു യങ് ആയിട്ടുള്ള ലേഡി. അപ്പൊ ഇതാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അല്ല. ഇവരുടെ പേര് ലക്കി. അവളൊരു അമേരിക്കക്കാരിയാണ്. അപ്പോൾ ലക്കി അങ്ങനെ നടന്ന് ആ റിസോർട്ടിന്റെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും അവിടെ ചെയറിലെ ഒരു സൂചി നൂലെല്ലാം വെച്ചിട്ട് ഇങ്ങനെ തയ്ച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്ത്രീയാണ് നമ്മുടെ ഈ കഥയിലെ നായിക മിസ് മാർപ്പിൾ. ആളിങ്ങനെ ഇരുന്നാലും നിസ്സാരക്കാരിയല്ല. അതിനി കഥയിലേക്ക് പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കൂടുതലും മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ഹീറോയിന്റെ അടുത്തായിട്ട് തന്നെ കസേരയിൽ ഇരുന്നിട്ട് ഒരാളൊരു ന്യൂസ് പേപ്പർ വായിക്കുന്നുണ്ട്. അതും ഒരു റിട്ടയർഡ് ആർമി ഓഫീസർ. ഇയാളെല്ലാവരും മേജർ എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് മേജർ എന്ന് തന്നെ വിളിക്കാം. അതേസമയം അവിടെ മറ്റൊരാള് ഒരു ചെയറിൽ കിടന്ന് റെസ്റ്റ് എടുക്കുന്നുണ്ട്. അയാളുടെ പേര് ഗ്രെഗ് എന്നാണ്. നമ്മുടെ അമേരിക്കൻ ലേഡിയായിട്ടുള്ള ലക്കി ഉണ്ടല്ലോ, അവരുടെ ഭർത്താവ്. അതേപോലെ തന്നെ ആ ഒരു റിസോർട്ടിൽ മറ്റൊരാള് എന്തോ ഡ്രോയിങ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അവന്റെ പേര് ഹില്ലിംഗ്ടൺ. അവനൊരു ആർട്ടിസ്റ്റ് ആണ്. അതുകൊണ്ട് അവനെ എന്തായാലും നമുക്ക് ആർട്ടിസ്റ്റ് എന്ന് വിളിക്കാം. അപ്പോൾ നമ്മുടെ ആർട്ടിസ്റ്റിന്റെ കൂടെ അവന്റെ ഭാര്യയുണ്ട്. അവന്റെ ഭാര്യയുടെ പേര് ഈവലിൻ. അതേപോലെ അടുത്തുള്ള മുറ്റത്ത് ഒരാൾ എക്സസൈസ് ചെയ്യുന്നുണ്ട്. അവന്റെ പേര് ജാക്സൺ. അപ്പോൾ അവൻ എക്സസൈസ് ചെയ്യുന്നത് ഒരാൾ ദൂരെ നിന്ന് കളിയാക്കി ചിരിക്കുകയാണ്. അതൊരു ബിസിനസ്മാൻ ആണ്. അപ്പൊ ആ ഒരു ബിസിനസ്മാന്റെ പേര് ജെയ്സൺ എന്നാണ്. അപ്പൊ ആ ഒരു ബിസിനസ്മാന്റെ അടുത്തായിട്ട് തന്നെ അവന്റെ സെക്രട്ടറി ആയിട്ടുള്ള എസ്തർ എന്ന് പറഞ്ഞൊരു സ്ത്രീയുണ്ട്. ഇപ്പൊ തന്നെ കണ്ടല്ലോ എത്രത്തോളം കഥാപാത്രങ്ങൾ ഇവിടെ ഉണ്ടെന്ന്. അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ച് കാണണമെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. അങ്ങനെ അവിടെ സമാധാനമായിട്ടിരിക്കുന്ന നമ്മുടെ ഹീറോയിന്റെ അടുത്തേക്ക് ആ ഒരു മേജർ വന്നിട്ട് ഇപ്പൊ സംസാരിക്കാൻ തുടങ്ങാണ്. ആ ഒരു മേജറിന്റെ ജീവിതത്തിലുള്ള ഒരുപാട് കാര്യങ്ങളെല്ലാം പറയുന്നു. ആർമിയിൽ നിന്ന് റിട്ടയർ ആയതിനു ശേഷം താൻ പോലീസിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് റിട്ടയർ ആയിട്ട് ഇപ്പൊ ഈ ഒരു റിസോർട്ടിലേക്ക് ഹോളിഡേ ആഘോഷിക്കാൻ വേണ്ടി മാത്രമല്ല താൻ വന്നിട്ടുള്ളത്. ഒരു സോൾവ് ചെയ്യാത്ത കേസ് അതും കണ്ടുപിടിക്കണം. അപ്പൊ അതുകൂടി കണ്ടുപിടിക്കാനാണ് താൻ വന്നതെന്നും നമ്മുടെ ഹീറോയിനോട് പറയുമ്പോഴത്തേക്കും ഇപ്പൊ സ്വിമ്മിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഒരു ഭാര്യയും ഭർത്താവും അവിടേക്ക് വന്നിരിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഹോട്ടലിന്റെ ഓണറായിട്ടുള്ള ടിമ്മും അതേപോലെ തന്നെ അവന്റെ ഭാര്യ മോളിയുമാണ് അവിടെ ഇരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മേജർ ഹീറോയിനോട് ആ ഒരു കഥ പറയുന്ന കാര്യങ്ങളെല്ലാം ഇവർ രണ്ടുപേരും കണ്ടിട്ട് അതിൽ മോളി പറയും, ഓ അപ്പൊ പിന്നെ കഥ പറയാൻ തുടങ്ങിയല്ലേ. അങ്ങനെ നമ്മുടെ മേജർ ഹീറോയിനോട് സംസാരിക്കുമ്പോൾ ഇപ്പോൾ നടന്ന രണ്ട് കാര്യങ്ങൾ പറയാണ്. എന്താന്ന് വെച്ചാൽ രണ്ട് ഭാര്യമാര് വെവ്വേറെ സ്ഥലങ്ങളിലായിട്ട് മരിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിൽ രണ്ടിലും ഭർത്താവ് ഒരാളാണ്. അയാളുടെ പേര് മാറ്റിയാണ് ആ രണ്ടുപേരോടും അയാൾ ജീവിച്ചത്. ഇപ്പോൾ രണ്ടുപേരും മരിക്കുന്നിടത്തും ഈ ഭർത്താവ് ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു ഭർത്താവ് തന്നെയായിരിക്കും കൊലയാളി. ഒരുപക്ഷെ അവൻ മറ്റുള്ളവരെ കല്യാണം കഴിച്ച് അതുപോലെ തന്റെ ഭാര്യമാരെ കൊല്ലുന്ന ഒരു കൊലയാളിയായിരിക്കാം. ആ ഒരു കില്ലറിന്റെ ഫോട്ടോ എന്റെ കയ്യിലുണ്ട്, അത് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയിനെ കാണിക്കാൻ വേണ്ടി ആ ഫോട്ടോ പുറത്തേക്ക് എടുക്കുമ്പോഴത്തേക്കാണ് ഈ ഹോട്ടലിലെ എല്ലാ ഗസ്റ്റുകളും ഇപ്പൊ അവിടേക്ക് നടന്നു വരുന്നതും ഇത് കണ്ട മേജർ പെട്ടെന്ന് ആ ഒരു ഫോട്ടോ ഉണ്ടല്ലോ അത് പെട്ടെന്നെടുത്ത് തന്റെ പോക്കറ്റിലേക്ക് വയ്ക്കും. അപ്പോൾ ഇതിൽ ആരെയോ ഒരാളെ നമ്മുടെ മേജർ പേടിക്കുന്നുണ്ട്. അത് കാരണമാണ് ഇങ്ങനെ സംഭവിച്ചത്. കൂടാതെ നമ്മുടെ ഹീറോയിനോട് സംസാരിച്ച ഈ ഒരു കേസിന്റെ ടോപ്പിക് ഉണ്ടല്ലോ അതും പെട്ടെന്ന് മാറ്റുന്നുണ്ട്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിന്റെ റൂമില് ഒരു മെയ്ഡ് ഈ ബെഡെല്ലാം അറേഞ്ച് ചെയ്യാൻ വേണ്ടിട്ട് വരുന്നുണ്ട്. അതേസമയം നമ്മുടെ ഹീറോയിൻ ആണെങ്കിലോ ഡിന്നർ കഴിക്കാൻ വേണ്ടി ആ ഒരു റെസ്റ്റോറന്റ് ഭാഗത്തേക്ക് ചെന്ന് ഇരിക്കുമ്പോഴത്തേക്കും നേരത്തെ കണ്ട ജെയ്സൺ എന്ന് പറഞ്ഞ ആ ഒരു ബിസിനസ്മാൻ ഉണ്ടല്ലോ അയാൾക്ക് നടക്കാൻ കഴിയത്തില്ല. അയാളെ വീൽ ചെയറിൽ തള്ളിക്കൊണ്ടാണ് വേറൊരാൾ അവിടേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ അയാളെ തള്ളിക്കൊണ്ടുവന്നത് വേറെ ആരുമല്ല, സ്റ്റാർട്ടിങ് സീനിൽ എക്സസൈസ് ചെയ്തുകൊണ്ടിരുന്ന ജാക്സൺ എന്ന് പറഞ്ഞ ഒരുത്തുണ്ടല്ലോ അയാളാണ് ഈ ബിസിനസ്സുകാരന്റെ അറ്റൻഡന്റ്. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ തന്നെ അവിടേക്ക് ആ ഒരു സെക്രട്ടറി എസ്തർ ഉണ്ടല്ലോ അവളും അവിടേക്ക് വന്നിരുന്നിട്ട് ഇപ്പോൾ ബാക്കിയുള്ള എല്ലാ ഗസ്റ്റുകളും ഈ ഡിന്നർ കഴിക്കാൻ വേണ്ടി അവിടേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മേജർ അപ്പൂവനെ കാണിക്കുമ്പോഴത്തേക്ക് അപ്പൂവൻ നേരെ നമ്മുടെ ഹീറോയിന്റെ അടുത്തേക്ക് വന്നിട്ട് അമ്മമ്മയെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയും, എനിക്ക് ഉറക്കം വരുന്നുണ്ട്, ഞാൻ എന്തായാലും റൂമിലേക്ക് പോവാണെന്ന് പറഞ്ഞ് നേരെ മുറിയിലേക്ക് പോകുന്നു. അങ്ങനെ രാത്രിയാകുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ ഇപ്പോഴും ഉറക്കം വരുന്നില്ല. അതുകൊണ്ട് വെറുതെ വെളിയിലേക്ക് ഇറങ്ങി നടക്കാണ്. ഈ സമയം ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ ഹില്ലിംഗ്ടൺ അവന്റെ മുറിയിൽ കാണിക്കുമ്പോൾ ആർട്ടിസ്റ്റ് പതിയെ എഴുന്നേറ്റ് തന്റെ ഭാര്യ ഉറങ്ങിക്കിടക്കാണ് അവളെ എഴുന്നേൽപ്പിക്കാതെ വെളിയിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസമാണ് ഒരു ടെസ്റ്റ്. ആഹാ, വേറെ ഒന്നുമല്ല, നമ്മുടെ മേജർ അപ്പൂപ്പനുണ്ടല്ലോ പുള്ളിക്കാരൻ മരിച്ചു കിടക്കുന്നു. പാവം. ഇപ്പൊ നമ്മുടെ ഹോട്ടൽ ഓണർ
ഡോക്ടറെ അവിടേക്ക് കൊണ്ടുവന്നിട്ടാണ് ഈ ഒരു മരണം കൺഫേം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഹോട്ടൽ ഓണറിന്റെ ഭാര്യ മോളി ഉണ്ടല്ലോ, അവള് വന്നിട്ട് ഈ ഒരു കാര്യം നമ്മുടെ ഹീറോയിനോട് പറയുമ്പോഴത്തേക്കും ഹീറോയിൻ പറയും, മേജറിനെ കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ, പിന്നെ എന്തോ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ മോളി പറയും, മേജറിന് ഹൈ BP ഉണ്ടായിരുന്നു, ഒരുപക്ഷെ മരുന്ന് കഴിക്കാത്തത് കൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിച്ചത്. അതുപോലെ ഇന്നലെ രാത്രി നല്ലതുപോലെ മദ്യപിക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഈ ഒരു ഹോട്ടലിൽ വെച്ചിട്ട് ഈ ഒരു മരണം സംഭവിച്ചതുകൊണ്ട് വെളിയിലുള്ള ആളുകൾ പറയും ഈ ഹോട്ടലിലുള്ള ഫുഡ് കാരണമായിരിക്കും അയാൾക്ക് മരണം സംഭവിച്ചെന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഹോട്ടലിനെ കുറ്റപ്പെടുത്തും എന്ന് പറഞ്ഞ് മോളി കുറച്ച് ടെൻഷൻ ആവുന്നുണ്ട്. കാരണം അവർക്ക് ഈ ഒരു ബിസിനസ് ആണല്ലോ ഏറ്റവും വലുത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത സീനിൽ കാണിക്കുമ്പോൾ നമ്മുടെ ഹോട്ടൽ ഓണർ ടിം അവിടെയുള്ള ആ ഒരു മെയ്ഡിനോട് മേജറിന്റെ എല്ലാ സാധനങ്ങളും ബാഗിൽ പാക്ക് ചെയ്യണം, അത് ഗവൺമെന്റിന് കൈമാറണമെന്ന് പറയുമ്പോഴത്തേക്കും മെയ്ഡ് ചോദിക്കും, അല്ല സാർ മേജർ എങ്ങനെയാ മരിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഹാർട്ട് അറ്റാക്ക് ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഓക്കെ, നീ എന്തായാലും കാര്യങ്ങൾ അതേപോലെ ചെയ്യുന്നു പറഞ്ഞിട്ട് ആ ഒരു ഓണർ അവിടെ നിന്ന് പോകുന്നതും ഇപ്പൊ ആ ഒരു മെയ്ഡ് മേജറിന്റെ മുറിക്കകത്തേക്ക് കയറിയിട്ട് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യുമ്പോഴത്തേക്കാണ് അവിടെയുള്ള ടേബിളിൽ ഒരു മരുന്ന് ബോട്ടിലിരിക്കുന്നു. അത് പതിയെ ആരും കാണാതെ എടുത്ത് പോക്കറ്റിലേക്ക് വെക്കും. ഇപ്പൊ ഇങ്ങനെ ഈ ഒരു മരുന്ന് ബോട്ടിലെടുത്ത് പോക്കറ്റിലേക്ക് വെക്കേണ്ട ആവശ്യം ഈ ഒരു ജോലിക്കാരിക്ക് എന്താണ്? ഇപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മേജർ അപ്പൂവന്റെ ഫ്യൂണറൽ നടക്കാണ്. അവിടെയുള്ള എല്ലാവരും ആ ഒരു ഗസ്റ്റുകൾ എല്ലാവരും അതിൽ പങ്കെടുക്കുന്നുണ്ട്. അതേ സമയം നമ്മുടെ ഹീറോയിൻ ആ ഒരു ഡോക്ടറിനോട് ഒരു സഹായം ചോദിക്കുന്നു. ഡോക്ടർ, നിങ്ങൾ എനിക്കൊരു സഹായം ചെയ്യണം. ഇന്നലെ ഞാൻ മേജർ സംസാരിക്കുമ്പോൾ എൻ്റെ ഒരു റിലേറ്റീവിന്റെ ഫോട്ടോ ഞാൻ മേജറിന്റെ കയ്യിൽ കൊടുത്തിരുന്നു. മേജർ അത് തന്റെ പോക്കറ്റിൽ വെച്ചു, പക്ഷെ അതെനിക്ക് തരാനായിട്ട് മറന്നുപോയി. അതൊന്ന് തരാൻ കഴിയുമോ? ഇപ്പൊ നമ്മുടെ ഹീറോയിന്റെ പ്ലാൻ എന്താന്ന് വെച്ചാല് ഇന്നലെ മേജർ അപ്പൂവൻ കാണിക്കാൻ പറഞ്ഞ ആ ഒരു കൊലയാളിയുടെ ഫോട്ടോ ഉണ്ടല്ലോ, അത് കാണാൻ വേണ്ടിയിട്ടാണ് ഹീറോയിൻ ഇതുപോലെ തന്റെ റിലേറ്റീവിന്റെ ഫോട്ടോ ആണെന്ന് ആ ഡോക്ടറിനോട് കള്ളം പറഞ്ഞത്. അപ്പോൾ ഡോക്ടർ പറയും, സോറി മാഡം, മേജറിന്റെ സാധനങ്ങളെല്ലാം ഹോസ്പിറ്റലിൽ ഇരിക്കുകയാണ്, ഞാൻ ചെക്ക് ചെയ്തിട്ട് അത് എടുത്തു തരാം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത സീനിൽ കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിനെ അവിടെയുള്ള ആ ഒരു മെയ്ഡ് ഉണ്ടല്ലോ അവർ വന്ന് കാണുന്നുണ്ട്. അതുമല്ല അവരുടെ ജോലി അവസാനിച്ചു. എന്നിട്ട് നമ്മുടെ ഹീറോയിനെ അവരുടെ ആ ഒരു വില്ലേജ് ഉണ്ടല്ലോ ആ ഒരു ജോലിക്കാരിയുടെ അവിടേക്ക് ജോലിക്കാർ ക്ഷണിക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, ആ ഒരു ജോലിക്കാരി വിളിച്ചതുകൊണ്ട് അവരുടെ വില്ലേജിലേക്ക് പോവാന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ ആ ഒരു മെയ്ഡിനോടൊപ്പം അവളുടെ വില്ലേജിലേക്ക് പോകുന്നു. അവിടെയാണെങ്കിലോ മെയ്ഡിന്റെ ആന്റി ഉണ്ട്. അവരോട് നമ്മുടെ ഹീറോയിൻ നല്ലതുപോലെ സംസാരിച്ചു, ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ സംസാരിക്കുന്നതിനിടയ്ക്കാണ് ആ ഒരു ആന്റി ഈ ഹോട്ടൽ ഓണറിന്റെ ഭാര്യ ഉണ്ടല്ലോ മോളി അവരെ പറ്റി പറയുന്നത്. സത്യത്തിൽ ആ ഒരു ഹോട്ടൽ ഓണർ ഉണ്ടല്ലോ അയാളുടെ ഭാര്യ അത്രയും വലിയൊരു പണക്കാരിയാണ്. അവൾക്ക് ബ്രിട്ടനിൽ ഒരു വലിയ വീട് തന്നെയുണ്ട്. അതേപോലെ ഇവിടെ ബാർബിഡാസിലും അവർക്ക് വലിയൊരു ഫാം ഹൗസ് എല്ലാം ഉണ്ട്. അതുപോലെ ഈ ഒരു ഹോട്ടൽ ഓണറിനെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ മോളിക്ക് മറ്റൊരു റിലേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അവള് പ്രേമിച്ച ആ ഒരാളുടെ സ്റ്റാറ്റസ് കണ്ടിട്ട് മോളിയുടെ ഫാമിലി അത് സമ്മതിക്കാഞ്ഞതാണ്. അത് കഴിഞ്ഞാണ് ഹോട്ടൽ ഓണറായിട്ടുള്ള ടിം അവളുടെ ജീവിതത്തിലേക്ക് വരുന്നതും അവർ തമ്മിലുള്ള ആ ഒരു കല്യാണം കഴിയുന്നതും. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ അവിടെ നിന്ന് തിരിച്ചു വരുന്നു. ഇപ്പൊ അത് കഴിഞ്ഞ് ഹോട്ടലിൽ കാണിക്കുമ്പോൾ മോളി ഉണ്ടല്ലോ ആ ഹോട്ടൽ ഓണറിന്റെ ഭാര്യ അവളിപ്പോ ആ ഒരു ജോലിക്കാരിയെ വഴക്ക് പറയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയിനെ ഇവിടെ വില്ലേജിലേക്ക് കൊണ്ടുപോയതുകൊണ്ട്. അപ്പോൾ മെയ്ഡ് പറയും, സോറി മാഡം, അവരൊറ്റയ്ക്കിരുന്നത് കൊണ്ടാണ് ഞാൻ എൻ്റെ വില്ലേജിലേക്ക് കൊണ്ടുപോയത്, സോറി. പിന്നെ മേജറിന്റെ മരണത്തിൽ എനിക്ക് കുറച്ച് സംശയങ്ങളുണ്ട് എന്ന് പറയുന്നത് മോള് ചോദിക്കും, എന്ത് സംശയം? കാരണം മേജറിന്റെ റൂമിൽ ഒരു മരുന്ന് ബോട്ടിലുണ്ടായിരുന്നു. മേജർ മരിക്കുന്നതിന് മുന്നേ ആ ഒരു റൂമിൽ ഞാൻ ചെന്നപ്പോൾ അങ്ങനെ ഒരു ബോട്ടിൽ ഞാൻ അവിടെ കണ്ടില്ല. പക്ഷെ മരിച്ചതിന് ശേഷം അതുപോലൊരു ബോട്ടിൽ ആ ഒരു റൂമിൽ വന്നു എന്ന് ആ ഒരു മെയ്ഡ് പറയുമ്പോഴത്തേക്കും മോള് ചോദിക്കും, അല്ല നീ എന്താ ഈ പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ആ ഒരു സീൻ കട്ട് ചെയ്തിട്ട് ഇപ്പോൾ ബീച്ചിൽ കാണിക്കുകയാണ്. അവിടെ നമ്മുടെ ബിസിനസ്മാൻ തന്റെ സെക്രട്ടറിയോട് ബിസിനസ് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. അതേപോലെ തന്നെ അയാൾ ഒരു ഐലൻഡ് വാങ്ങാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനെ പറ്റിയെല്ലാം സംസാരിക്കുമ്പോൾ അടുത്തായിട്ട് തന്നെ നമ്മുടെ ഹീറോയിനും അതേപോലെ തന്നെ ആ ഒരു ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ അയാളുടെ ഭാര്യ എവലിനും ഉണ്ട്. അപ്പൊ ഇവര് രണ്ടുപേരും മേജറിന്റെ മരണത്തെ പറ്റി സംസാരിക്കുമ്പോഴത്തേക്കും ഇത് കേട്ട ബിസിനസ്മാൻ ഇവരോട് പറയും, സത്യത്തിലെ മേജർ അയാളുടെ ഹെൽത്ത് നല്ലതുപോലെ നോക്കിയില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചത്. ദേ എന്നെ നോക്ക്, ഒരു കുഴപ്പമില്ല, ഞാൻ എന്റെ ഹെൽത്ത് നല്ലതുപോലെ നോക്കുന്നുണ്ടെന്നല്ല ഈ ബിസിനസ്മാൻ പറയുന്നതും. ആർട്ടിസ്റ്റിന്റെ ഭാര്യ പറയും, മേജറിന് ഹൈ BP ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് മരിച്ചുപോയെന്ന് പറയുമ്പോൾ ബിസിനസ്മാൻ പറയും, പക്ഷെ എന്നോട് അങ്ങനെ അസുഖമുള്ളതായിട്ടൊന്നും മേജർ പറഞ്ഞിട്ടില്ലല്ലോ. ഇത് കേട്ട് നമ്മുടെ ഹീറോയിൻ പറയും, ഒരുപക്ഷെ മേജർ തനിക്കൊരു കുഴപ്പമില്ലാന്ന് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടി വെറുതെ തന്നെ പൊക്കി പറഞ്ഞതായിരിക്കാം. അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ ഹോട്ടൽ ഓണറും അതേപോലെ തന്നെ അവന്റെ ഭാര്യയും. അപ്പോഴാണ് ആ ഒരു ഭാര്യ ആ ജോലിക്കാർ പറഞ്ഞ ആ ഒരു സംശയം ഉണ്ടല്ലോ അതിനെപ്പറ്റി ഹോട്ടൽ ഓണറായിട്ടുള്ള ടിമ്മിനോട് പറയുമ്പോൾ ടിം പറയും, ഏയ് വെറുതെ ആവശ്യമില്ലാതെ കുറെ സംശയങ്ങൾ മറ്റുള്ളവരുടെ ഉള്ളിലേക്ക് ഇട്ടു കൊടുക്കണ്ട, അത് വേറെ ആരോടും പറയരുതെന്ന് നീ അവളോട് പറഞ്ഞില്ലേ ചോദിക്കുമ്പോൾ അവൾ അതെ ഞാനത് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു കാര്യം വെളിയിൽ അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഇവരുടെ ഹോട്ടലിൽ തന്നെയായിരിക്കും നാണക്കേട്. അങ്ങനെ ഇവർ സംസാരിക്കുമ്പോഴാണ് അവിടേക്ക് ആ ഒരു ഡോക്ടർ വരുന്നത്. ഡോക്ടർ വരുമ്പോഴത്തേക്കും ആ ഒരു ജോലിക്കാരി പറഞ്ഞ കാര്യം ഇവർ രണ്ടുപേരും ഡോക്ടറിനോട് പറയും. അപ്പോൾ ഡോക്ടർ ചോദിക്കും, അല്ല ആ ഒരു ജോലിക്കാരി എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം? ഇതുപോലെ മേജറിന്റെ റൂമിൽ നിന്ന് ഒരു മരുന്ന് കിട്ടി എന്ന് പറഞ്ഞിട്ട് ആ ഒരു മരുന്നിന്റെ പേര് മോളി ആ ഒരു ഡോക്ടറിനോട് പറയുമ്പോൾ
അത് മേജർ തന്റെ ഹൈ ബി പിക്ക് യൂസ് ചെയ്യുന്ന മരുന്നാണെന്ന് ചോദിക്കുമ്പോൾ അതെനിക്ക് അറിയത്തില്ല, പക്ഷേ മേജർ മരിച്ചതിന് ശേഷമാണ് അങ്ങനെ ഒരു മരുന്ന് അദ്ദേഹത്തിന്റെ റൂമിൽ വന്നത്. അപ്പോൾ ഡോക്ടർ പറയും ശരി, ഞാൻ എന്തായാലും അത് മേരിയോട് പറയാമെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും ഹോട്ടൽ ഓണറിന്റെ ഭാര്യയുണ്ടല്ലോ മോളി, അവൾക്ക് എന്തോ ഒരു ടെൻഷൻ ഉള്ളതുപോലെ അവളുടെ മുഖം കാണുമ്പോഴത്തേക്കും നമുക്കത് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എന്താണ് കാര്യമെന്ന് നമുക്കറിയത്തില്ല. ഇതേ സമയം ബിസിനസ്മാന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ജാക്സൺ ഉണ്ടല്ലോ, അവൻ മുകളിലത്തെ റൂമിലിരുന്ന് മോളിയുടെ മുഖം ശ്രദ്ധിക്കുന്നുണ്ട്. അതേസമയം നമ്മുടെ ഡോക്ടറും ഹോട്ടൽ ഓണറായിട്ടുള്ള ടിമ്മും നേരെ ഹീറോയിന്റെ അടുത്തേക്ക് വന്നിട്ട് ഡോക്ടർ ഇപ്പോൾ ഹീറോയിനോട് ചോദിക്കും, അല്ല മേഡം, നിങ്ങൾ പറഞ്ഞതുപോലെ മേജറിന്റെ പോക്കറ്റിലെ ഫോട്ടോയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു എന്ന് പറയുമ്പോൾ ഹീറോയിൻ പറയും, ഓ അങ്ങനെയാണല്ലേ, ഓക്കെ കുഴപ്പമില്ല, അത് വിട്ടേക്കെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ ഹീറോയിൻ സംശയിക്കുന്ന എന്താണ്, കില്ലറിന്റെ ഫോട്ടോ മേജറിന്റെ പോക്കറ്റിൽ നിന്ന് മിസ് ആവണമെന്നുണ്ടെങ്കിൽ അതെന്തായാലും ചെയ്തത് കില്ലറായിരിക്കാം എന്ന് ഹീറോയിൻ സംശയിക്കുമ്പോൾ ഇവിടെ ഡോക്ടർ കുറച്ച് ദൂരെയായിട്ട് നമ്മുടെ ജോലിക്കാരി നിൽക്കുന്ന കണ്ടിട്ട് അവളോട് സംസാരിക്കാമെന്ന് പറഞ്ഞ് ഡോക്ടർ അങ്ങോട്ട് പോകുന്നു. ഇതേ സമയം ബീച്ചിൽ നമ്മുടെ ബിസിനസ്മാനും അതേപോലെ തന്നെ അയാളുടെ സെക്രട്ടറി എസ്തർ ഉണ്ടല്ലോ, ഇവർ രണ്ടുപേരും കുളിക്കാനായിട്ട് ഇറങ്ങി നിൽക്കാണ്. എന്നിട്ട് ബിസിനസ്മാൻ സെക്രട്ടറിയോട് പറയും, ഓക്കെ, ആ ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റിനോട് നീ പോയി ഒന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞ് അവളെ കരയിലേക്ക് പറഞ്ഞു വിടുമ്പോൾ അവൾ നേരെ നമ്മുടെ ഹോട്ടൽ ഓണറായിട്ടുള്ള ടിം ഉണ്ടല്ലോ അവന്റെ അടുത്തേക്ക് വന്നിട്ട് ഫോൺ സംസാരിക്കുന്നതിനെ പറ്റി ചോദിക്കുമ്പോൾ ടിമ്മു പറയും, ഹോട്ടൽ റൂമിലെ ലാൻഡ് ലൈൻ ഉണ്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനത് ഓപ്പൺ ചെയ്ത് തരാമെന്നും പറഞ്ഞ് അവർ രണ്ടുപേരും അവിടേക്ക് പോകുന്നു. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോയിനും ഡോക്ടറും സംസാരിക്കുകയാണ്. അപ്പോഴാണ് ഹീറോയിൻ പറയുന്നത്, മേജറിന്റെ പോക്കറ്റിൽ എൻ്റെ ഒരു റിലേറ്റീവിന്റെ ഫോട്ടോ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അത് ഞാൻ പറഞ്ഞത് കള്ളമാണ്, യഥാർത്ഥ സത്യം ഇതാണെന്ന് പറഞ്ഞ് ആ ഒരു കൊലയാളിയെ പറ്റിയുള്ള കാര്യം ഡോക്ടറിനോട് പറയും. സത്യത്തിലെ മേജർ ഒരുപാട് കഥകളുടെ കൂടെയാണ് ഈ കാര്യം എന്നോട് പറഞ്ഞത്. ആ സമയത്ത് ഞാൻ ഇത് വലിയ കാര്യമാക്കിയില്ല. പക്ഷേ മേജറിന്റെ മരണത്തിൽ എനിക്ക് എന്തോ ഒരു സംശയമുണ്ട്. കാരണം ഇപ്പൊ ആ ഒരു ഫോട്ടോ കാണാനില്ല. കൂടാതെ അന്ന് മേജർ ആരെയോ കണ്ട് പേടിച്ചിട്ടാണ് ഫോട്ടോ എനിക്ക് കാണിക്കാതെ പെട്ടെന്ന് പോക്കറ്റിലേക്ക് ഒളിപ്പിച്ചു വെച്ചത്. അങ്ങനെയാണെങ്കിൽ ഇതൊരു സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്, ഇപ്പോഴാണ് എനിക്കത് മനസ്സിലായതെന്ന് നമ്മുടെ ഹീറോയിൻ ഡോക്ടറിനോട് പറയും. അങ്ങനെ ഇത് മനസ്സിലായ ഡോക്ടർ അവിടെ നിന്ന് നേരെ പോകുന്നത് മറ്റൊരു വക്കീലിനെ കാണാൻ വേണ്ടിയിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മേജറിന്റെ മരണത്തിൽ സംശയമുള്ളതുകൊണ്ട് മേജറിന്റെ ബോഡി വീണ്ടും കുഴിയിൽ നിന്ന് എടുത്ത് അത് ഓട്ടോപ്സി ചെയ്യണം, ഒന്നുകൂടി നല്ലതുപോലെ പരിശോധിക്കണം. അതിനുള്ള പെർമിഷൻ കോടതിയിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വക്കീലിനെ കാണാൻ വേണ്ടി ഡോക്ടർ വന്നത്. കാരണം നമ്മുടെ ഹീറോയിൻ പറഞ്ഞ ആ ഒരു കാര്യം കേട്ട് ഡോക്ടറിനും ഇപ്പോൾ അതിൽ സംശയമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഹോട്ടലിൽ കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ ആ ഒരു സെക്രട്ടറി ഉണ്ടല്ലോ അവളെ പോയി കാണുകയാണ്. അപ്പോഴാണ് ആ ഒരു സെക്രട്ടറി പറയുന്നത്, എല്ലാവരും ഇതുപോലെ റൂമേഴ്സ് പരത്തുന്നതൊന്ന് നിർത്തണം. എന്താന്ന് വെച്ചാൽ ആ ഒരു ആർട്ടിസ്റ്റും അതേപോലെ തന്നെ അമേരിക്കൻ ലേഡി ആയിട്ടുള്ള ലക്കി ഉണ്ടല്ലോ, ഇവരെ രണ്ടുപേരെ ലിങ്ക് ചെയ്തിട്ട് ഒരുപാട് പേര് എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് സെക്രട്ടറി മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അമേരിക്കൻ ലേഡി ആയിട്ടുള്ള ലക്കിയുടെ ഭർത്താവ് ഉണ്ടല്ലോ, അയാൾ ആദ്യം ലക്കിയുടെ കസിനെയാണ് കല്യാണം ചെയ്തിരുന്നത്. ആ കസിൻ മരിച്ചതിന് ശേഷമാണ് ലക്കിയെ അയാൾ കല്യാണം ചെയ്തത്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറയുന്നതും ഇതേ സമയം നമ്മുടെ ബിസിനസ്മാനെ കാണിക്കുമ്പോൾ അയാള് ചെയറിൽ കിടന്ന് നല്ല ഉറക്കം. ഈ സമയം ജാക്സൺ ഉണ്ടല്ലോ സഹായി, അയാളിപ്പോ ബിസിനസ്മാന്റെ ഒരു സൂട്ട് കേസ് തുറന്നിട്ട് അതിനകത്തൊരു ലെറ്റർ കവർ ഉണ്ട്, അതിൽ നിന്നും എന്തോ ഒരു പേപ്പർ എടുത്തിങ്ങനെ നോക്കുന്നു. സത്യത്തിൽ ആ ഒരു പേപ്പർ ബിസിനസ്മാന്റെ എഴുത്ത് പ്രമാണമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അയാൾ മരിച്ചതിന് ശേഷം അയാളുടെ സ്വത്തുക്കളും കാര്യങ്ങളും ആരുടെ പേരിൽ പോകണമെന്ന് എഴുതി വെക്കുമല്ലോ, അതുപോലെയുള്ളൊരു പ്രമാണം. അപ്പൊ ഇത് കണ്ടിട്ട് ജാക്സൺ ഈ ബിസിനസ്മാനെ നോക്കുമ്പോഴത്തേക്കും ജാക്സൺ ഇതുപോലെ ആ ഒരു സൂട്ട് കേസ് തുറന്ന കാര്യം നമ്മുടെ ബിസിനസ്മാനെ കേട്ടിരുന്നു. പക്ഷേ താൻ കേൾക്കാത്തതുപോലെ കണ്ണടച്ച് ഉറങ്ങുന്നത് പോലെ തന്നെ കിടക്കുമായിരുന്നു. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് മോളിയെ കാണിക്കുമ്പോഴത്തേക്കും അവൾ ആകെ ടെൻഷനിൽ നിൽക്കുന്ന കണ്ടിട്ട് ടിം വന്നിട്ട് ചോദിക്കും, അല്ല എന്തു പറ്റി? ഇല്ല, മേജർ മരിച്ചതിന് ശേഷം എനിക്ക് എന്തോ അത്ര നല്ലതുപോലെ തോന്നില്ല എന്ന് പറയുമ്പോൾ, ഏയ് അതൊന്നും ഒരു കുഴപ്പമില്ല, ഞാൻ നല്ലതുപോലെ നോക്കിക്കോളാം എന്നും പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ആർട്ടിസ്റ്റിന്റെ വൈഫ് ഉണ്ടല്ലോ അവരവിടേക്ക് വരുന്നത്. ഇപ്പൊ മോളി ഡള്ളായിട്ടിരിക്കുന്ന കണ്ടിട്ട് അവരും വന്ന് ചോദിക്കും, ഹേയ് നിങ്ങൾ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ മോളി പറയും, അല്ല എല്ലാവരും എന്തുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത്, എന്നെ കണ്ടിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആർട്ടിസ്റ്റിന്റെ വൈഫ് ഏയ് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും മോളി ഇല്ല അങ്ങനെയില്ല എന്നല്ല പറഞ്ഞിട്ട് അവൾ പെട്ടെന്ന് കരയാൻ തുടങ്ങും. അങ്ങനെ അവളെ സമാധാനിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത സീനിൽ ഇപ്പോൾ രാത്രിയിൽ കാണിക്കുമ്പോഴത്തേക്കും അമേരിക്കൻ ലേഡിയായിട്ടുള്ള ലക്കി ഉണ്ടല്ലോ അവളുടെ ഭർത്താവ് ഗ്രേഗ് അയാളെ ആ ഒരു ജോലിക്കാരി കാണുകയാണ്. എന്നിട്ട് നമ്മുടെ മേജറിന്റെ റൂമിൽ നിന്ന് കിട്ടിയ ആ ഒരു മരുന്ന് ബോട്ടില് ഗ്രേഗിന്റെ കയ്യിൽ കൊടുക്കുന്നു. അപ്പോൾ ഗ്രേഗ് പറയും, ഇത് എന്റെ മരുന്നാണല്ലോ, നിങ്ങൾക്ക് എവിടെ നിന്നാ കിട്ടിയെന്ന് ചോദിക്കുന്നതും ആഹാ അടുത്തൊരു ടെസ്റ്റ്. ഇപ്പോൾ ജോലിക്കാരി പറയും, മരിച്ചുപോയ മേജറിന്റെ റൂമിൽ നിന്നാണ് എനിക്കിത് കിട്ടിയെന്ന് പറയുമ്പോൾ ഇത് കേട്ട ഗ്രേഗ് പെട്ടെന്ന് ഷോക്ക് ആവുന്നുണ്ട്. അതേസമയം നമ്മുടെ മേജറിന്റെ ശരീരം ഉണ്ടല്ലോ അത് ഇൻസ്പെക്ടറിന്റെ മുന്നിൽ വെച്ച് തന്നെ ആ ഒരു കുഴി തോണ്ടി മേജറിന്റെ ശരീരം പുറത്തെടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാണ്. ഇവിടെയാണെങ്കിലോ ആർട്ടിസ്റ്റിന്റെ ഭാര്യയും അതേപോലെ തന്നെ മോളിയും ഇവര് രണ്ടുപേരും സംസാരിക്കുമ്പോൾ മോളി പറയും, എനിക്ക് നല്ല സംശയമുണ്ട്, ആരൊക്കെയോ എന്നെ ഫോളോ ചെയ്യുന്നത് പോലെ. ചില സമയങ്ങളിൽ ഞാൻ എവിടെയാണ് എന്താണ് ചെയ്യുന്നത് എന്നൊന്നും എനിക്ക് അറിയത്തില്ല എന്ന് പറയുമ്പോൾ ആർട്ടിസ്റ്റിന്റെ വൈഫ് പറയും,
ശരി, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നേരെ ഡോക്ടറിനെ പോയി കാണും എന്ന് പറയുമ്പോഴത്തേക്കും മോളി വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് അങ്ങ് പോവാണ്. ഷെടാ, ഇവളെന്താ ഇങ്ങനെ പറഞ്ഞിട്ട് പോയത് എന്ന് ആർട്ടിസ്റ്റിന്റെ ഭാര്യ അങ്ങനെ ആലോചിച്ച് നോക്കുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുമ്പോഴത്തേക്ക് ഇവിടെയുള്ള ഗസ്റ്റുകളെല്ലാം ഇപ്പോൾ ഡിന്നർ കഴിക്കുകയാണ്. അപ്പോഴാണ് അതിനിടയിലേക്ക് വന്ന ഓണറിന്റെ ഭാര്യ മോളി ആർട്ടിസ്റ്റിന്റെ ഭാര്യയോട് ഓക്കെ ഞാനിന്ന് നടന്നിട്ട് വരാം എന്ന് പറഞ്ഞ് അവൾ വെളിയിലേക്ക് ഇറങ്ങിപ്പോവും. ഇവിടെ കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഡോക്ടർ മേജറിന്റെ ആ ഒരു ശവപ്പെട്ടി ഉണ്ടല്ലോ അതിപ്പോ കുഴിയെടുത്ത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്, അത് കൊണ്ടുപോവാണ്. ഇവിടെ കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ആർട്ടിസ്റ്റിന്റെ ഭാര്യയും ആർട്ടിസ്റ്റ് അവിടെ ഇരിക്കുമ്പോഴത്തേക്കാണ് ആ ഹോട്ടലിന്റെ ഓണർ ടിം ആർട്ടിസ്റ്റിന്റെ ഭാര്യയോട് ചോദിക്കും അല്ല എന്റെ ഭാര്യയെ കൊണ്ടോ ചോദിക്കുമ്പോൾ നിങ്ങളുടെ ഭാര്യ ഇപ്പോൾ നടക്കാനായിട്ട് വെളിയിലേക്ക് പോയിട്ടുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ആർട്ടിസ്റ്റ് ഇപ്പോൾ പറയും ശരി ഞാൻ പോയിട്ട് നിങ്ങളുടെ ഭാര്യയെ കൂട്ടിക്കൊണ്ടുവരാം എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് വെളിയിലേക്ക് പോകുന്നു. ഇതേ സമയം ആർട്ടിസ്റ്റിന്റെ ഭാര്യ ഹോട്ടൽ ഓണറിനോട് പറയും നിങ്ങളുടെ ഭാര്യയെ പറ്റി ചില കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട് എന്ന് പറയുമ്പോൾ ഹോട്ടൽ ഓണർ ചോദിക്കും അല്ല എന്താ കാര്യം ചോദിക്കുമ്പോൾ അവള് മെന്റലി അത്ര സ്ട്രോങ് അല്ലാത്ത കാര്യമുണ്ടല്ലോ അതിനെപ്പറ്റി സംസാരിക്കാനാണ് ആർട്ടിസ്റ്റിന്റെ ഭാര്യ ഇപ്പോൾ ശ്രമിക്കുന്നത്. അങ്ങനെ ആ ഒരു സീൻ അവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് ഇതേ സമയം നമ്മുടെ ആർട്ടിസ്റ്റിനെ കാണിക്കുമ്പോൾ ആർട്ടിസ്റ്റ് മോളി അന്വേഷിച്ച് വെളിയിലേക്ക് വരികയാണ്. അങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കാണ് അടുത്ത ഒരു ടെസ്റ്റ് എന്താണെന്ന് കാണിക്കുമ്പോൾ ആ ഒരു ജോലിക്കാരിയുണ്ടല്ലോ അവരൊരു മരത്തിനടുത്തായിട്ട് മരിച്ചു കിടക്കുന്നു. തൊട്ടടുത്തായിട്ട് തന്നെ കത്തിയും വെച്ചിട്ട് ഹോട്ടൽ ഓണറിന്റെ ഭാര്യ മോളിയുണ്ട്. കുറച്ചു കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ഡിന്നർ കഴിക്കുന്ന അടുത്തേക്ക് മോളി അങ്ങനെ ശരീരം മുഴുവൻ രക്തമായിട്ട് നടന്നു വന്ന് നിൽക്കുന്നതും എല്ലാവരും അവളെ കണ്ട് ഷോക്കാവുകയാണ്. എന്നിട്ട് തന്റെ ഭർത്താവിനടുത്തേക്ക് വന്ന് അയാളുടെ കൈ പിടിച്ചിട്ട് മോളി നല്ലതുപോലെ കരയും. എന്താ സംഭവിച്ചെന്ന് എനിക്ക് പോലും അറിയത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് കരയുന്നത്. ഇപ്പൊ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഡോക്ടർ അവിടേക്ക് വന്ന് ജോലിക്കാരിയുടെ മരണം കൺഫേം ചെയ്യുന്നു. അതേപോലെ തന്നെ പോലീസുകാരുണ്ടല്ലോ അയാൾ കേസ് അന്വേഷിക്കാനും തുടങ്ങാണ്. അങ്ങനെ പോലീസുകാരൻ അവിടേക്ക് വന്നിട്ട് ആദ്യം തന്നെ ചോദ്യം ചെയ്യേണ്ടത് ഓണറിന്റെ വൈഫായിട്ടുള്ള മോളിയാണ് എന്ന് പറയുമ്പോഴത്തേക്ക് ഓണർ പറയും സോറി സാർ അവൾക്ക് ഇപ്പോൾ മാനസികമായിട്ട് ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അവൾക്ക് ഉറങ്ങാനായിട്ടുള്ള മരുന്ന് കൊടുത്ത് അവൾ ഉറങ്ങുകയാണ്, അതുകൊണ്ട് ഇപ്പോൾ എന്തായാലും വേണ്ടെന്ന് പറയുമ്പോഴത്തേക്കും പോലീസുകാരൻ പറയും ശരി രാവിലെ എന്തായാലും ഞാൻ വന്നിട്ട് അവരെ ചോദ്യം ചെയ്യാന്ന് പറഞ്ഞു. ആ പോലീസുകാരൻ അവിടെ നിന്ന് പോകുന്നു. അതേസമയം നമ്മുടെ ബിസിനസ്മാനെ കാണിക്കുമ്പോൾ അയാൾ നേരെ നമ്മുടെ ഹീറോയിന്റെ അടുത്തേക്ക് വന്നിട്ട് ഇപ്പോൾ മേജറിന്റെ കൊലപാതകം അതേപോലെ തന്നെ ഈ ഒരു ജോലിക്കാരുടെ മരണം ഇത് തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും അതേ ഉണ്ട്. അല്ലാതെ എങ്ങനെയാ നിങ്ങൾ പറയുന്നത്? അപ്പോൾ ഹീറോയിൻ പറയും ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് പോലും അറിയാതെ ഈ രാത്രിയിൽ വന്ന് എന്നെ ഇതിന് മറുപടി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് നമ്മുടെ ഹീറോയിൻ ചോദിക്കുമ്പോൾ ആ ഒരു ബിസിനസ്മാൻ പറയും ശരി അങ്ങനെയാണെങ്കിൽ ഞാൻ രാവിലെ വന്ന് ചോദിക്കാം എന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോവാണ്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം കാണിക്കുമ്പോൾ നമ്മുടെ ഇൻസ്പെക്ടർ അമേരിക്കൻ ലേഡിയായിട്ടുള്ള ലക്കി ഉണ്ടല്ലോ അവരുടെ ഭർത്താവ് ഗ്രേഗ് അയാളാണ് ആദ്യം ചോദ്യം ചെയ്യുന്നത്. അപ്പോഴേക്കും ഗ്രേഗ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സാർ ഇന്നലെ രാത്രി അവരെന്റെ കയ്യിൽ ഒരു മരുന്ന് ബോട്ടിൽ തന്നിരുന്നു, അത് കഴിഞ്ഞിട്ട് അവർ ഡിന്നർ എടുക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോയി എന്ന് ഗ്രേഗിന് അറിയാവുന്ന കാര്യങ്ങളെല്ലാം പറയുമ്പോഴത്തേക്കും ആ ഒരു ഇൻസ്പെക്ടർ പറയും ഓക്കെ നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് എല്ലാം ഞാൻ ഇവിടെ എഴുതി വെച്ചേക്കാം, കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ വന്ന് സൈൻ ചെയ്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഗ്രേഗിനെ പറഞ്ഞു വിടും. അത് കഴിഞ്ഞിട്ട് എന്താണ് ഇന്നലെ നമ്മുടെ ബിസിനസ്മാൻ പറഞ്ഞതുപോലെ ഹീറോയിനെ കാണാൻ വേണ്ടി രാവിലെ തന്നെ വന്നിട്ട് ഇപ്പോൾ ഹീറോയിനോട് പറയും മേജറിന്റെ റൂമിൽ നിന്നെടുത്ത ആ ഒരു മരുന്ന് ബോട്ടിലല്ലേ അത് അമേരിക്കൻ ലേഡി ലക്കിയുടെ ഭർത്താവായിട്ടുള്ള ഗ്രേഗ് ഉണ്ടല്ലോ അവൻ ഉപയോഗിക്കുന്ന ഹൈ BP ടാബ്ലറ്റുകളാണ് ഹീറോയിനോട് പറയും. എന്നിട്ട് പറയും ഒരു വയസ്സായിട്ടുള്ള ഒരാളെ ഇതുപോലെ കൊല്ലേണ്ട ആവശ്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും മേജറിന്റെ കയ്യിൽ ഒരു കൊലയാളിയുടെ ഫോട്ടോ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് മേജർ കൊല്ലപ്പെട്ടത് എന്ന് ഹീറോയിൻ പറയുന്നതും ഇവിടെ ഗ്രേഗ് ഉണ്ടല്ലോ അയാൾ കൊടുത്ത ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഇപ്പോൾ സൈൻ ചെയ്യാണ്. അപ്പോഴാണ് നമ്മുടെ പോലീസുകാരൻ ചോദിക്കുന്നത് ഓക്കെ ആ ഒരു ജോലിക്കാരി എന്തുകൊണ്ട് ആ ഒരു മരുന്ന് ബോട്ടിൽ നിങ്ങളുടെ കയ്യിൽ തരേണ്ടത്? അപ്പോൾ ഗ്രേഗ് പറയും സാർ ഒരുപക്ഷെ അവരെന്റെ കയ്യിൽ അത് തന്നിട്ട് എന്നെ ഭീഷണിപ്പെടുത്തി എന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങാനായിട്ട് അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടാവാം എന്ന് ഗ്രേഗ് പറയുമ്പോഴത്തേക്കും ഇൻസ്പെക്ടർ പറയും എനിക്കങ്ങനെ തോന്നുന്നില്ലല്ലോ, ആ മരുന്ന് ബോട്ടില് മേജറിന്റെ റൂമിൽ വെച്ചത് ആരാണെന്ന് ചിലപ്പോൾ മെയ്ഡിന് അറിയാമായിരിക്കാം, അങ്ങനെയാണ് ഞാൻ സംശയിക്കുന്നതെന്ന് പോലീസുകാരൻ പറയും. ഇവിടെ ബിസിനസ്മാൻ നമ്മുടെ ഹീറോയിനെ സംസാരിക്കുമ്പോൾ ഹീറോയിൻ പറയും അന്ന് മേജർ എന്നോടൊരു കാര്യം പറഞ്ഞു, ഈ റിസോർട്ടിൽ ഒരു കൊലയാളി ഉണ്ടെന്നും അയാളെ കണ്ടുപിടിക്കാനാണ് മേജർ വന്നതെന്നും അതുപോലെ എനിക്ക് ആ ഒരു കൊലയാളിയുടെ ഫോട്ടോ കാണിച്ചു തരാനായിട്ട് എന്റെ മുന്നിൽ മേജർ ഇരിക്കുമ്പോൾ എന്റെ പുറകു വശത്തോടെ അത് വലത് സൈഡിലൂടെ ആരോ ഒരാൾ വന്നിരുന്നു, അയാളെ കണ്ടിട്ടാണ് മേജർ പേടിച്ച് ആ ഒരു ഫോട്ടോ ഉള്ളിലേക്ക് വെച്ചത്. അപ്പോൾ ബിസിനസ്മാൻ ചോദിക്കും അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വലതുവശത്ത് പുറയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും അമേരിക്കൻ ലേഡി ലക്കി, അവളുടെ ഭർത്താവ്, അതേപോലെ തന്നെ ആർട്ടിസ്റ്റിന്റെ ഭാര്യ, പിന്നെ നിങ്ങളുടെ സഹായി ജാക്സൺ. വയസ്സായിട്ടുള്ള ഒരാളെ കൊല്ലണമെന്നുണ്ടെങ്കിൽ എന്തോ ഒരു വലിയ മോട്ടീവ് കൊലയാളിക്കുണ്ടായിരിക്കണം, അതുകൊണ്ടാണ് അടുത്തതായിട്ട് മെയ്ഡിനെ കൊന്നത്. ഇനി ഒരു മരണം കൂടി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റിസോർട്ടിൽ സംഭവിക്കാം എന്ന് നമ്മുടെ ഹീറോയിൻ ഗസ് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ കൊലയാളി ആണായിരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ പെണ്ണായിരിക്കാം. അപ്പോഴാണ് ബിസിനസ്മാന്റെ സെക്രട്ടറി ഉണ്ടല്ലോ അവൾ അവിടേക്ക് വരുന്നത്. അതുമല്ല മേജർ സെക്രട്ടറിയോട് ഒരുപാട് കഥകളൊക്കെ പറഞ്ഞിരുന്നു, പക്ഷെ അത് ഭയങ്കര ബോറിംഗ് ആയതുകൊണ്ട് അവൾ അത് വലിയ കാര്യമാക്കിയില്ല, വെറുതെ കേട്ടുകളയുകയും മാത്രമാണ് ചെയ്തത്.
പക്ഷേ മേജർ ലിപ്രീസിയ എന്ന് പറഞ്ഞൊരു പേര് പറഞ്ഞിരുന്നു. അതൊരു പെണ്ണിന്റെ പേര്, ഒരു രാജകുടുംബത്തിലുള്ള ഒരു പെണ്ണാണെന്നും ആ ഒരു പെണ്ണിനെ കൊന്ന ഒരു കേസിനെ പറ്റി മേജർ എന്നോട് പറഞ്ഞിരുന്നു. അതിൽ ആ ഒരു പെണ്ണിനെ കൊല്ലാൻ ഉപയോഗിച്ച ആയുധം അത് വിഷമായിരുന്നു എന്നുകൂടി ആ ഒരു സെക്രട്ടറി നമ്മുടെ ഹീറോയിനോട് പറയുമ്പോഴത്തേക്കും ഇവിടെ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ റൂമിൽ കാണിക്കുമ്പോൾ അടുത്തതായിട്ട് ആ ഒരു ആർട്ടിസ്റ്റിനെ പോലീസുകാരൻ ചോദ്യം ചെയ്യാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ മോളി അന്വേഷിച്ച് വെളിയിലേക്ക് പോയത് ഈ ഒരു ആർട്ടിസ്റ്റ് ആണല്ലോ. അപ്പോൾ ആർട്ടിസ്റ്റ് പറയും സാധാരണ മോളി അങ്ങനെ അധിക ദൂരം നടക്കാറില്ല എന്ന് പറയുമ്പോൾ, അല്ല ആ ഒരു കാര്യം നിങ്ങൾക്ക് എങ്ങനെ അറിയാം എന്ന് ഇൻസ്പെക്ടർ ചോദിക്കും. ഇല്ല സാർ, അത് വേറെ ഒന്നുമല്ല, സാധാരണ അവർ ഡിന്നർ കഴിഞ്ഞിട്ട് നടക്കാനായിട്ട് ഇങ്ങനെ പോകുന്നതാണ്, പെട്ടെന്ന് തന്നെ തിരിച്ചും വരും, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് പറയുമ്പോൾ ഇപ്പൊ ഇൻസ്പെക്ടർ അടുത്തൊരു ചോദ്യം ചോദിക്കാണ്. അമേരിക്കൻ ലേഡിയായിട്ടുള്ള ലക്കിയുടെ ഭർത്താവ് ഗ്രേഗ്, അയാളുടെ ആദ്യ ഭാര്യ എങ്ങനെയാ മരിച്ചതെന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയാവുന്നത് അവർക്ക് ക്യാൻസർ ആണെന്നാണ്, അങ്ങനെയാണ് അവർ മരിച്ചത്. അപ്പൊ ഇൻസ്പെക്ടർ അടുത്ത ചോദ്യം, ഓക്കെ, ആദ്യ ഭാര്യ മരിച്ച് എത്ര നാൾ കഴിഞ്ഞിട്ടാണ് ലക്കി അയാൾ കല്യാണം കഴിച്ചത്? 1-2 മാസങ്ങൾ കഴിഞ്ഞിട്ട് തന്നെ ലക്കിയെ അയാൾ കല്യാണം കഴിച്ചിരുന്നു എന്ന് നമ്മുടെ ആർട്ടിസ്റ്റ് പറയുന്നതും അത് കഴിഞ്ഞിട്ട് നേരെ ഇൻസ്പെക്ടർ പോകുന്നത് ഹോട്ടൽ ഓണറിന്റെ ഭാര്യയായിട്ടുള്ള മോളിയെ ചോദ്യം ചെയ്യാൻ വേണ്ടി. ഇപ്പൊ അവൾക്ക് വയ്യാത്തത് കൊണ്ട് കൂടെ ഡോക്ടറിനെയും കൊണ്ടാണ് പോകുന്നത്. ഇപ്പോ മോളി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്നലെ രാത്രി ഞാൻ നടക്കാൻ പോകുമ്പോൾ ജോലിക്കാരി അവിടെ മരിച്ചു കിടക്കുമായിരുന്നു. അത് കണ്ടിട്ട് ഞാൻ പെട്ടെന്ന് അവരെ പൊക്കിയെടുത്ത് സഹായത്തിനായിട്ട് ആളെ വിളിച്ചിരുന്നു. പക്ഷേ മ്യൂസിക് ശബ്ദം ഉള്ളതുകൊണ്ട് വേറെ ആരും അത് കേട്ടില്ല. അതുപോലെ ജോലിക്കാരിയെ കുത്തിയിരുന്ന ആ ഒരു കത്തി ഞാനാണ് വലിച്ചൂരിയത്. അതോടെ അതിനുശേഷം എന്താണ് സംഭവിച്ചെന്ന് പോലും എനിക്ക് അറിയത്തില്ല എന്ന് മോളി ഇപ്പോൾ പറയുന്നതും ഇത് വല്ലാത്തൊരു കഥയായിപ്പോയി, ഇത് വിശ്വസിക്കണോ വേണ്ടതെന്ന് നമുക്ക് പിന്നീട് നോക്കാം. അപ്പൊ ആ ഒരു പോലീസുകാരൻ പറയും മേജറിന്റെ കൊലപാതകത്തിൽ എന്തോ ഒരു കാര്യം ഈ ജോലിക്കാരിക്ക് അറിയാം, അതുകൊണ്ടാണ് അവരെ കൊന്നത് എന്ന് ഇൻസ്പെക്ടർ പറയുമ്പോഴത്തേക്കും ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്ന പുതിയൊരു കാര്യം. എന്താന്ന് വെച്ചാൽ നമ്മുടെ മേജർ ഉണ്ടല്ലോ, പുള്ളിക്കാരന് ഒരു കണ്ണ് മാത്രമേ കാണാൻ കഴിയത്തുള്ളൂ. അതുമല്ല ബാക്കി എല്ലാവരും പറയുന്നത് ഈ ഹോട്ടലിലെ ഫുഡ് കഴിച്ചിട്ടാണ് മേജറിന് ഇതുപോലെ അറ്റാക്ക് വന്നതെന്ന് എല്ലാവരും പറയുന്നത്. എന്നെല്ലാം മോളി പരസ്പര ബന്ധമില്ലാതെ വീണ്ടും എന്തൊക്കെയോ പറയുമ്പോഴത്തേക്കും ഡോക്ടർ പറയും സാർ ഇനി എന്തായാലും അധികമായിട്ട് അവരോട് ചോദ്യങ്ങളൊന്നും ചോദിക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു ഇഞ്ചക്ഷനും കൊടുത്ത് അവരെ ഉറങ്ങാനായിട്ട് കിടത്തുകയാണ്. അത് കഴിഞ്ഞിട്ട് ഈ ഓട്ടോപ്സി റിപ്പോർട്ട് പുറത്തു വന്നു. എന്താന്ന് വെച്ചാൽ കത്തി കൊണ്ട് ഒരുപാട് തവണ ജോലിക്കാരിയെ കൊത്തിയിട്ടുണ്ട്, അതും ചന്ന പിന്ന കുത്തു എന്നൊക്കെ പറയുമല്ലോ അതുപോലെ. അപ്പോൾ ഇൻസ്പെക്ടർ ചോദിക്കും ഇതൊരു ലേഡി ചെയ്യാനായിട്ട് സാധ്യതയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഇൻസ്പെക്ടർ സംശയിക്കുന്നത് മോളിയാണ്, അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ ആ ഒരു ഡോക്ടർ പറയും ഫിറ്റായിട്ടുള്ള ഒരു ലേഡി ആണെങ്കിൽ അതിന് സാധ്യതയുണ്ടെന്ന് ഡോക്ടർ പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ഇൻസ്പെക്ടർ ചോദിക്കും ശരി ആ ഒരു മേജറിന്റെ ഓട്ടോപ്സി റിപ്പോർട്ട് എന്തായി എന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ഡോക്ടർ ചോദിക്കുന്നത് അല്ല കുഴിച്ചിട്ടൊരു ശരീരം പിന്നെയും പുറത്തെടുത്ത് എന്തുകൊണ്ടാ നിങ്ങൾ ഓട്ടോപ്സി ചെയ്യാനായിട്ട് പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ ഇല്ല മറ്റൊരു ഡോക്ടറിന് ഇതിലെന്തോ ഒരു സംശയം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് പറയുമ്പോഴത്തേക്കും ഈ ഡോക്ടർ പറയും അതെ അയാൾ സംശയിച്ചത് ശരി തന്നെയാണ്, മേജറിനെ വിഷം കൊടുത്താണ് കൊന്നിട്ടുള്ളത് എന്ന് പറയുന്നതും അടിപൊളി ഷോക്കായി പോയി നമ്മുടെ പോലീസുകാരൻ. ഇത് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത അടുത്തൊരു കാര്യമായി പോയി. പക്ഷെ ഒരുപാട് കുടിച്ചിട്ട് ഹാർട്ട് അറ്റാക്ക് വന്നതുപോലെയാണ് പുറമേ കാണുന്ന ഒരാൾക്ക് തോന്നുന്നത്. അതുപോലെ അത്ര നീറ്റായിട്ടാണ് ഈ ഒരു കൊലപാതകം എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇൻസ്പെക്ടർ അടുത്തതായിട്ട് ചോദ്യം ചെയ്തത് അമേരിക്കൻ ലേഡിയായിട്ടുള്ള ലക്കി ഉണ്ടല്ലോ അവരെയാണ്. കാരണം നമ്മുടെ പോലീസുകാരൻ സംശയിക്കുന്നത് ലക്കിയുടെ ഭർത്താവായിട്ടുള്ള ഗ്രേഗിനെയാണ്. അതിന് കാരണം വേറെ ഒന്നുമല്ല, അയാളുടെ ആദ്യ ഭാര്യ ക്യാൻസർ കാരണമാണല്ലോ മരിച്ചത്. അത് കഴിഞ്ഞ് കുറച്ചു നാൾ കഴിഞ്ഞിട്ടാണ് ലക്കിയെ കല്യാണം കഴിച്ചത്. ഒരുപക്ഷെ ഗ്രേഗിന്റെ ഭാര്യ ഈ ക്യാൻസർ വന്നല്ല മരിച്ചത് എന്നുള്ളതിനുള്ള എന്തെങ്കിലും ഒരു തെളിവ് മേജറിന്റെ കയ്യിൽ ഉണ്ടായിരുന്നിരിക്കണം. അത് മനസ്സിലാക്കി ഗ്രേഗ് ആയിരിക്കണം മേജറിനെ കൊന്നത്. ഇപ്പൊ നമ്മുടെ ഇൻസ്പെക്ടർ ചിന്തിക്കുന്ന കാര്യം എന്താണെന്നറിയോ, ഗ്രേഗ് തന്റെ ആദ്യത്തെ ഭാര്യയെ കൊന്നതിന് ശേഷം ഗ്രേഗും അവന്റെ ഭാര്യയായിട്ടുള്ള ലക്കിയും കൂടി ചേർന്ന് ആ സ്വത്തുകളെല്ലാം കൈക്കലാക്കാൻ വേണ്ടി ഇതുപോലൊരു കാര്യം ചെയ്തതായിരിക്കാം. ഈ കാര്യത്തെ പറ്റി നമ്മുടെ മേജർ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കാം നമ്മുടെ മേജറിനെ അമേരിക്കൻ ലേഡിയായിട്ടുള്ള ലക്കിയുടെ ഭർത്താവ് ഗ്രേഗ് കൊന്നത്. കാരണം നമ്മുടെ മേജറും ഒരു കൊലയാളി അന്വേഷണമാണല്ലോ ഈ ഒരു റിസോർട്ടിലേക്ക് വന്നത്. ഇപ്പൊ ഇതെല്ലാം കേട്ട് ലക്കിയാണെങ്കിലോ ഞാൻ ഇതിനെ പറ്റിയൊന്നും അത്ര ചിന്തിച്ച് ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല, അയാൾക്ക് ആദ്യ ഭാര്യ ഉണ്ടെന്നുള്ള കാര്യവും എനിക്കറിയത്തില്ല, ഇനിയിപ്പോൾ അതിനെപ്പറ്റി ആലോചിക്കേണ്ട ആവശ്യവും എനിക്കില്ല എന്ന് അവർ നിസ്സാരമായിട്ട് തന്നെ പറയാണ്. ഇങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ ലക്കി ഉണ്ടല്ലോ അവള് നേരെ വരുന്നത് ആർട്ടിസ്റ്റിനെ കാണാൻ വേണ്ടി. എന്നിട്ട് അവനോട് വന്ന് വഴക്കിടാണ്. ഇവിടെയാണ് നമ്മുടെ ആർട്ടിസ്റ്റ് നമുക്ക് വേണ്ടി അടുത്തൊരു ടെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ ആർട്ടിസ്റ്റ് പറയും അതെ ശരി തന്നെയാണ്, നിങ്ങളല്ലേ ഗ്രേഗിന്റെ ആദ്യ ഭാര്യയെ കൊന്നത് എന്ന് പറയുന്നതും എന്താണെന്ന് വെച്ചാൽ ഗ്രേഗിന്റെ ആദ്യ ഭാര്യയ്ക്ക് ക്യാൻസർ കാരണം അവർ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരെ ബുദ്ധിമുട്ടിക്കാതെ അവരെ പെട്ടെന്ന് കൊല്ലാൻ വേണ്ടി മരുന്ന് ഡോസ് അധികമായിട്ട് കൊടുത്ത് അവരെ കൊന്നതേ ലക്കിയാണ്. അതിന് സഹായിച്ചത് വേറെ ആരുമല്ല ഈ ഒരു ആർട്ടിസ്റ്റ്. കാരണം ഇവര് രണ്ടുപേരും തമ്മിൽ ഒരു അഫെയർ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ആർട്ടിസ്റ്റ് ലക്കിയോടൊപ്പം പോകാനായിട്ട് സമ്മതിച്ചില്ല. കാരണം ആർട്ടിസ്റ്റിനൊരു ഭാര്യയുണ്ട്, അവളെ വിട്ട് പോകാനായിട്ട് തയ്യാറല്ലാത്തതുകൊണ്ട് ഇവർ രണ്ടുപേരും വഴക്കിട്ടാണ് പിന്നീട് ഇവരുടെ ആ ഒരു കള്ളക്കാതലുണ്ടല്ലോ അതിൽ ഒരു വിള്ളൽ വീണത്. അപ്പൊ ഇവര് തമ്മിലുള്ള ആ ഒരു പ്രശ്നമെല്ലാം പറഞ്ഞു തീർക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സീനിൽ നമ്മുടെ ആർട്ടിസ്റ്റ്
രാത്രിയിൽ തന്റെ ഭാര്യ ഉറങ്ങുന്ന സമയത്ത് പതിയെ ശബ്ദം ഉണ്ടാകാതെ വെളിയിലേക്ക് പോയല്ലോ. ചിലപ്പോൾ ലക്കിയെ കണ്ട് അവളോട് സംസാരിക്കാൻ പോയതായിരിക്കാം. അങ്ങനെ ലക്കിയും ആർട്ടിസ്റ്റും സംസാരിച്ചിട്ട് ലക്കി പറയും ശരി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു കാര്യം കണ്ടിന്യൂ ചെയ്ത് പോയാലോ എന്ന് പറയുമ്പോൾ അടിപൊളി അടുത്തൊരു ടെസ്റ്റ് വെളിയിൽ ആർട്ടിസ്റ്റിന്റെ ഭാര്യ ഇതെല്ലാം നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവൾ ആകെ ടെൻഷൻ അടിച്ച് അവിടെ നിന്ന് പോകുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ നമ്മുടെ ഹീറോയിൻ മെയ്ഡിന്റെ ആ ഒരു ഫ്യൂണറൽ അറ്റൻഡ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോഴാണ് ബിസിനസ്മാൻ പുറകെ വന്നിട്ട് മേജറിന്റെ കൊലപാതകത്തിൽ നിങ്ങൾ സംശയിച്ചതെല്ലാം ശരിയായിരുന്നു. അപ്പോൾ ഹീറോയിൻ പറയും ശരി അതിനെപ്പറ്റി നമുക്ക് എന്തായാലും പിന്നീട് സംസാരിക്കാം എന്ന് പറഞ്ഞ് ഹീറോയിൻ അവിടെ നിന്ന് പോകുന്നതും ഇപ്പോൾ ബിസിനസ്മാനെ നമ്മുടെ പോലീസുകാരുണ്ടല്ലോ അയാൾ ചോദ്യം ചെയ്യാണ്. അപ്പോൾ ബിസിനസ്മാൻ പറയും സാർ ഇവിടെ ഒരു വയസ്സായിട്ടുള്ള സ്ത്രീയുണ്ട്, അവർ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, അവരുടെ പേര് മാർപ്പിൾ എന്നാണെന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന നമ്മുടെ ഇൻസ്പെക്ടർ പെട്ടെന്ന് ചിരിക്കുകയാണ്. അതുപോലെ നല്ല സന്തോഷമാവുന്നുണ്ട്. കാരണം മാർപ്പിളിനെ പറ്റി ഈ ഇൻസ്പെക്ടറിന് നേരത്തെ തന്നെ അറിയാം. കാരണം മാർപ്പിൾ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി അനലിസ്റ്റ് ആണ്. ഈ കാര്യം നമ്മുടെ പോലീസുകാരന് നേരത്തെ തന്നെ അറിയാം. എനിക്ക് ട്രെയിനിങ് തന്ന എൻ്റെ ഓഫീസർ മാർപ്പിളിനെ പറ്റി എപ്പോഴും പുകഴ്ത്തി പറയാറുണ്ട്. കാരണം പല കേസുകളിലും ആ കേസ് സോൾവ് ചെയ്യാണ്ട് സഹായിച്ചത് മാർപ്പിളാണ് എന്നെല്ലാം നമ്മുടെ ഇൻസ്പെക്ടർ പറയുമ്പോഴത്തേക്കും ഇത് കേട്ട ബിസിനസ്മാൻ വയസ്സായിട്ടുള്ള സ്ത്രീ ആള് ചില്ലറക്കാരിയല്ലാന്ന് ഇപ്പോഴാണ് മനസ്സിലായതെന്ന് അയാൾ ഭയങ്കരമായിട്ട് ആശ്ചര്യപ്പെടുന്നുണ്ട്. ഇവിടെ നമ്മുടെ മാർപ്പിളിനെ കാണിക്കുമ്പോൾ ആ ഒരു ജോലിക്കാരിയുടെ മരണാനന്തര ചടങ്ങുണ്ടല്ലോ അതിൽ പങ്കെടുക്കാണ്. അത് അവരുടെ ആചാരപ്രകാരം. അവരുടെ ആചാരപ്രകാരം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവരുടെ അടക്കം കഴിഞ്ഞിട്ട് 9ാമത്തെ ദിവസം അവളുടെ മരണത്തിന് കാരണക്കാരൻ ആരാണോ അയാൾക്ക് തക്കതായിട്ടുള്ള ശിക്ഷ കിട്ടുമെന്നാണ് ഇവരെല്ലാവരും വിശ്വസിക്കുന്നത്. അതേസമയം അവിടേക്ക് നമ്മുടെ ഇൻസ്പെക്ടർ വന്നിട്ട് ഹീറോയിനെ കണ്ട് ഹീറോയിനോട് കുറച്ചു നേരം സംസാരിച്ചിട്ട് നിങ്ങളുടെ തിയറി എന്തായാലും ഈ ഒരു കേസ് അന്വേഷിക്കാനായിട്ട് വളരെ സഹായകരമായിരിക്കും. അങ്ങനെ ഇവർ രണ്ടുപേരോട് സംസാരിക്കുമ്പോൾ ഇവിടെ ഹോട്ടലിൽ കാണിക്കുമ്പോൾ നമ്മുടെ ഓണറിന്റെ ഭാര്യ ഉണ്ടല്ലോ മോളി, അവൾക്ക് ശരീരം വയ്യാതെ അവൾ നല്ലതുപോലെ ഛർദ്ദിക്കുന്നുണ്ട്. അങ്ങനെ ഡോക്ടർ അവിടേക്ക് വന്ന് അവൾക്ക് ചികിത്സയെല്ലാം കൊടുത്തിട്ട് ആർട്ടിസ്റ്റിന്റെ ഭാര്യയോട് പറയും നിങ്ങൾ അവളെ ഇന്ന് നോക്കിക്കോണം എന്ന് പറഞ്ഞ് ഡോക്ടർ നേരെ ഈ കാര്യം വന്നിട്ട് നമ്മുടെ ഇൻസ്പെക്ടറിനോട് പറയും. അതേപോലെ കൂടെ ഹീറോയിൻ ഇരിപ്പുണ്ട്. ഇപ്പോൾ ഡോക്ടർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മോളെ അധികമായിട്ടും ഉറക്കത്തിന് വേണ്ടിയിട്ടുള്ള മരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അതുമല്ലാതെ അവർക്ക് മാനസികമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ എനിക്കൊരു സംശയമുണ്ടെന്ന് പറയുന്നതും ഡോക്ടർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ തന്നെ ആരെങ്കിലും കൊല ചെയ്യുന്നുള്ള പേടിയിൽ ജീവിക്കുന്നത് അതുപോലുള്ളൊരു അസുഖത്തിന്റെ തുടക്കമായിരിക്കാം മോളിക്ക് എന്ന് ഡോക്ടർ തന്റെ സംശയം പറയുമ്പോഴത്തേക്കും ഇൻസ്പെക്ടർ പറയും അങ്ങനെയാണെങ്കിൽ നമുക്കൊരു സൈക്കാട്രിസ്റ്റിനെ കാണിച്ചിട്ട് ഇത് ചികിത്സിച്ചാൽ പോരെ എന്ന് പറയുമ്പോൾ പക്ഷേ മോളിയുടെ ഭർത്താവ് ഒരിക്കലും അതിന് സമ്മതിക്കുന്നില്ല എന്നും ഡോക്ടർ പറയുന്നുണ്ട്. അയാൾ പറയുന്നത് അവളുടെ വർക്ക് പ്രഷർ കാരണം ഇങ്ങനെല്ലാം സംഭവിക്കുന്നതാണ്. അങ്ങനെ ഇവര് മുന്നേറെ അടുത്തതായിട്ട് ചിന്തിക്കുന്നത് അവളുടെ സൈക്കോസിസിനെ ട്രിഗർ ചെയ്യുന്ന ആ ഒരു കാര്യം എന്താണെന്നാണ്. അങ്ങനെ ഇവർ മൂന്നുപേരും ഇരുന്ന് ചിന്തിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്ത സീനിൽ കാണിക്കുന്നതും മോളിയുണ്ടല്ലോ അവൾ കിടന്ന് ഉറങ്ങാണ്. അതിനടുത്തായിട്ട് തന്നെ നമ്മുടെ ഹീറോയിൻ ഇരിപ്പുണ്ട്. ഇപ്പോൾ ഹീറോയിൻ ആ ഒരു ടേബിളിൽ നോക്കുമ്പോഴത്തേക്കാണ് മെന്റൽ ഡിസോർഡർ ഉണ്ടല്ലോ അതിനെ പറ്റിയുള്ള ഒരു ബുക്ക് അവിടെ ഇരിക്കുന്നതായിട്ട് ഹീറോയിൻ കാണുന്നത്. അല്ല ഇവളെന്തിനാ ഈ ഒരു ബുക്ക് വായിക്കുന്നേ എന്ന് ഹീറോയിൻ ആലോചിച്ചിട്ട് അവിടെ തന്നെ ഇരുന്ന് കുറെ നേരം ഇരുന്ന് അവിടെ തന്നെ ഇരുന്ന് അങ്ങ് ഉറങ്ങിപ്പോകുന്നു. അതേസമയം ആ ഒരു റൂമിനകത്തേക്ക് ബിസിനസ്മാന്റെ അസിസ്റ്റന്റ് ഉണ്ടല്ലോ ജാക്സൺ, അവൻ പതിയെ ഒരു ഡോർ തുറന്ന് അകത്തേക്ക് വന്നിട്ട് അവിടെയുള്ള ബാത്റൂമിലേക്ക് പോയിട്ട് അവിടെയുള്ള എന്തോ ഒരു ബോട്ടിൽ തുറന്ന് അതിൽ തൊട്ട് നാക്കിലേക്ക് വെക്കുന്നുണ്ട്. അപ്പോഴേക്കും അതിന്റെ മൂടി താഴേക്ക് വീണ ആ ഒരു ശബ്ദം കേട്ട് നമ്മുടെ ഹീറോയിൻ പെട്ടെന്ന് കണ്ണുറക്കുന്നതും ജാക്സൺ പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങുന്നുണ്ട്. പക്ഷെ ജനാല വഴി ഹീറോയിൻ അവൻ ഈ ഒരു റൂമിലേക്ക് വന്നിട്ട് പോകുന്ന ആ ഒരു കാര്യം കണ്ട് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഹീറോയിൻ നേരെ അവിടെയുള്ള ലൈബ്രറിയിലേക്ക് പോവാണ്. കാരണം മോളിയുടെ കയ്യിലിരുന്ന ആ ഒരു ബുക്ക് ഉണ്ടല്ലോ ആ ഒരു ബുക്ക് അവിടെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് അത് കഴിഞ്ഞ് നമ്മുടെ ബിസിനസ്മാന്റെ അടുത്തേക്ക് പോകുന്നു. അപ്പോൾ ബിസിനസ്മാന്റെ കൂടെ തന്നെ അവളുടെ സെക്രട്ടറി ഉണ്ട്. ഇപ്പോൾ ബിസിനസ്മാൻ ഹീറോയിനോട് ചോദിക്കും അല്ല നിങ്ങൾ കില്ലറിനെ കണ്ടുപിടിച്ചു എന്ന് ചോദിക്കുമ്പോൾ കില്ലറിനെയൊക്കെ കണ്ടുപിടിച്ചു, പക്ഷെ അവന്റെ മോട്ടീവ് എന്താണെന്ന് മാത്രമാണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. അപ്പോഴാണ് സെക്രട്ടറി ബിസിനസ്മാനോട് സാർ നിങ്ങൾ മരുന്ന് കഴിക്കാനായിട്ട് സമയമായെന്ന് പറയുമ്പോൾ ബിസിനസ്മാൻ പറയും ഓക്കെ അതൊക്കെ ഞാൻ ചെയ്തോളാം, നിനക്ക് വേറെ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ നീ അത് പോയി നോക്കാൻ പറഞ്ഞിട്ട് അവളെ പറഞ്ഞു വിടും. അപ്പോൾ നമ്മുടെ ഹീറോയും ബിസിനസ്മാനോട് ചോദിക്കും അല്ല നിങ്ങളുടെ മരണത്തിന് ശേഷം നിങ്ങളുടെ സെക്രട്ടറിക്കും അതേപോലെ തന്നെ ജാക്സനും എന്തൊക്കെ കാര്യങ്ങൾ കിട്ടും, അതിനെന്തെങ്കിലും അറേഞ്ച്മെന്റ് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ബിസിനസ്മാൻ പറയും ഓക്കെ നിങ്ങൾക്കത് അറിയണമെന്നുണ്ടെങ്കിൽ ഞാനത് പറഞ്ഞുതരാം. എൻ്റെ സെക്രട്ടറിയില്ലേ അവൾക്ക് ഞാൻ അധികമായിട്ട് സാലറി കൊടുക്കുന്നുണ്ട്. ജാക്സൺ ആണെങ്കിലോ ഓരോ വർഷം കൂടുന്തോറുമാണ് അവന്റെ സാലറി ഞാൻ കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഞാൻ ഇങ്ങനെ ചെയ്താൽ മാത്രമേ ഞാൻ ഒരുപാട് വർഷം ജീവിക്കണമെന്ന് അവർ രണ്ടുപേരും ആഗ്രഹിക്കത്തുള്ളൂ. അങ്ങനെ ഹീറോയിൻ ഇത്രയും കാര്യം കേട്ടിട്ട് ഓക്കെ ശരി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നതും അത് കഴിഞ്ഞ് ആർട്ടിസ്റ്റിനെ അവന്റെ ഭാര്യയും കാണിക്കുമ്പോൾ ഇപ്പൊ അവന്റെ ഭാര്യ ആർട്ടിസ്റ്റിനോട് പറയും ഓക്കെ ഞാൻ പോയി ഒന്ന് കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി പോകുന്നതും ഈ ഗ്യാപ്പിൽ അമേരിക്കൻ ലേഡിയായിട്ടുള്ള ലക്കിയാണല്ലോ അവൾ ഓടി വന്നിട്ട് നമ്മുടെ ആർട്ടിസ്റ്റിനെ കണ്ട് അവനെ കിസ് ചെയ്യുന്നു. ഇതേ കാര്യം ലക്കിയുടെ ഭർത്താവായിട്ടുള്ള ഗ്രേഗ് വെളിയിൽ നിന്നിട്ട് ജനാല വഴി കാണുന്നുണ്ട്.
എന്നിട്ട് അയാൾ നല്ലതുപോലെ ടെൻഷൻ ആവുന്നു. ഇപ്പോൾ ഇവർ തമ്മിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, അതിനെപ്പറ്റി ഗ്രേഗും മനസ്സിലാക്കി, അതേപോലെ തന്നെ ആർട്ടിസ്റ്റിന്റെ ഭാര്യയും മനസ്സിലാക്കി. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് രാത്രി കാണിക്കുമ്പോഴത്തേക്കും ഗ്രേഗ് ആകെ ടെൻഷനായിട്ട് സിഗരറ്റും വലിച്ചിരിക്കുമ്പോഴത്തേക്കാണ് ഹീറോയിൻ അവിടേക്ക് വരുന്നത്. ഇപ്പോൾ ഗ്രേഗിനെ കാണുന്നത് ഹീറോയിൻ ഗുഡ് ലക്ക് എന്ന് പറയുമ്പോൾ ഗ്രേഗ് ചോദിക്കും, അല്ല എന്നോട് എന്തിനാ നിങ്ങൾ ഗുഡ് ലക്ക് പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും, അത് വേറെ ഒന്നുമല്ല, നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണ് ഗുഡ് ലക്ക് പറഞ്ഞത് എന്ന് പറഞ്ഞ് ഹീറോയിൻ പോകുമ്പോഴത്തേക്കും ഹീറോയിൻ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, എങ്ങനെയായാലും ഇയാളുടെ ഭാര്യ ലക്കി അയാളെ ഉപേക്ഷിച്ചിട്ട് പോവും, അതുകൊണ്ടാണ് ഇപ്പോഴേ ഒരു ഗുഡ് ലക്ക് പറഞ്ഞിട്ട് പോയത്. ആളങ്ങനെ ഇരിക്കുന്നെങ്കിലും പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കും. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ തന്റെ റൂമിലിരുന്ന് തുണിയെല്ലാം മടക്കി വെക്കുമ്പോഴത്തേക്കാണ് ബിസിനസ്മാന്റെ സഹായിയായിട്ടുള്ള ജാക്സൺ അവിടേക്ക് വന്നിട്ട്, മേഡം സാർ നിങ്ങളോടൊരു കാര്യം പറയാൻ പറഞ്ഞു, ഹോട്ടൽ ഓണറിന്റെ ഭാര്യയെ കാണാനില്ല, ഇതിവിടെ വന്ന് പറയാൻ പറഞ്ഞു എന്ന് പറയുന്നതും എല്ലാവരും ഇപ്പോൾ മോളിയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അതുപോലെ നമ്മുടെ ഹീറോയിനും ബിസിനസ്മാനും ഇവരുടെ സെറ്റിൽമെന്റിനെ പറ്റി നേരത്തെ സംസാരിച്ചിരുന്നല്ലോ, അത് നമ്മുടെ ജാക്സൺ വെളിയിൽ നിന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ജാക്സൺ പറയും, എന്റെ സാറ് നിങ്ങളോട് പറഞ്ഞതെല്ലാം വെറും കള്ളമാണ്, കാരണം അയാൾ എഴുതി വെച്ച ആ ഒരു പേപ്പർ അത് ഞാൻ കണ്ടിരുന്നു, അതിലെന്താ എഴുതിയിട്ടുണ്ടെന്ന് അറിയോ, സാറിന്റെ സെക്രട്ടറി അവൾക്കാണ് ഒരു വലിയ എമൗണ്ട് അതിൽ എഴുതി വെച്ചിട്ടുള്ളത്, ഈ കാര്യം ഞാൻ സെക്രട്ടറിയോടും പറഞ്ഞിരുന്നു എന്ന് ജാക്സൺ പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഹീറോയിൻ ചോദിക്കും, ഓ അങ്ങനെയാണല്ലേ, അപ്പൊ എന്തുകൊണ്ട് അയാള് എന്നിൽ നിന്നെല്ലാം മറിച്ചത്, എന്നോട് കള്ളം പറഞ്ഞത് എന്തുകൊണ്ടായിരിക്കും എന്ന് ചോദിക്കുമ്പോൾ ജാക്സൺ പറയും, സത്യത്തിൽ സാറ് മറ്റാരെയും അങ്ങനെ അധികമായിട്ട് വിശ്വസിക്കാറില്ല, അതുകൊണ്ടാണ് നിങ്ങളോട് ആ ഒരു കാര്യം പറയാഞ്ഞത്. അപ്പോൾ ഹീറോയിൻ ചോദിക്കും, ശരി അതൊക്കെ പോട്ടെ, നിങ്ങൾ എന്തുകൊണ്ടാണ് അന്ന് മോളിയുടെ റൂമിലേക്ക് വന്നത്, എന്നിട്ട് അവരുടെ ബാത്റൂമിനകത്തേക്ക് കയറി എന്തോ ഒരു കാര്യം നിങ്ങൾ ചെയ്തല്ലോ എന്ന് ചോദിക്കുമ്പോൾ ജാക്സൺ പറയും, അത് വേറെ ഒന്നും കൊണ്ടല്ല, മോളി ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു, അതുപോലെ എനിക്ക് ഡ്രഗ്സിനെ പറ്റി നല്ലതുപോലെ അറിയാം, അവരുടെ ബാത്റൂം പരിശോധിച്ചാലേ ഡ്രഗ് എന്തെങ്കിലും ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടേക്ക് വന്നിട്ട് അത് പരിശോധിച്ചത്, ഒരുപക്ഷെ മോളിയെ ഇപ്പോൾ കാണില്ല എന്നുണ്ടെങ്കിൽ അവർ ഡ്രഗ് കിട്ടാതെ അത് അന്വേഷിച്ച് പോയതായിരിക്കാം എന്ന് ജാക്സൺ നമ്മുടെ ഹീറോയിനോട് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു ടെസ്റ്റ് എന്താണെന്ന് കാണിക്കുമ്പോൾ അമേരിക്കൻ ലേഡിയിട്ടുള്ള ലക്കിയാണല്ലോ, അവള് കടലിൽ വീണ് മരിച്ചതായിട്ടും ഇപ്പൊ അവളുടെ ശരീരം കരയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. ഇത് കണ്ട് നമ്മുടെ ഹീറോയിൻ ആകെ ഷോക്കായിട്ട്, അന്ന് മേജർ ആരെയാണോ കണ്ടത് എന്നുള്ളൊരു കാര്യത്തിൽ എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴാണ് അന്ന് മേജർ ആരെയാണ് കണ്ട് പേടിച്ചതെന്ന് എനിക്ക് മനസ്സിലായത്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ചിന്തിച്ചിട്ട് ഹീറോയിൻ നേരെ പോകുന്നത് ബിസിനസ്മാന്റെ അടുത്തേക്ക്. എന്നിട്ട് പറയും, ഇന്നാണ് 9ാമത്തെ ദിവസം, കൊലയാളിക്ക് ഇന്ന് ശിക്ഷ കിട്ടും, ഒരു ചെറിയ കാര്യം അതിന് ഞാൻ വളരെ നിസ്സാരമായിട്ട് കണ്ടു, അതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചത് പോലില്ല, ഓക്കെ അതിനെപ്പറ്റിയെല്ലാം ഞാൻ പിന്നീട് പറയാം, ഇപ്പൊ എന്തായാലും എനിക്ക് നിങ്ങളുടെ സഹായം വേണം. അപ്പോൾ ബിസിനസ്മാൻ ചോദിക്കും, എന്ത് സഹായം നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ വേറെ ഒന്നല്ല, നിങ്ങളുടെ സഹായി ജാക്സൺ ഉണ്ടല്ലോ, അവൻ ഞാൻ പറയുന്നത് പോലെ ഇനിയുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ ഇവര് രണ്ടുപേരും സംസാരിക്കുന്ന അതേ കാര്യം സെക്രട്ടറി ആയിട്ടുള്ള ആ ഒരു പെണ്ണുണ്ടല്ലോ എസ്തർ, അവൾ ഒളിഞ്ഞു കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ബിസിനസ്മാൻ ചോദിക്കും, അല്ല മേഡം എന്റെ സഹായം നിങ്ങൾക്ക് എന്തിനാ ആവശ്യമെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും, ഇനി നടക്കാൻ പോകുന്ന ഒരു കൊലപാതകം കൂടി തടയാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് നമ്മുടെ ജാക്സനെ ഹീറോയിൻ വിളിച്ചോണ്ട് പോവാണ്. അങ്ങനെ നമ്മുടെ ഹീറോയിൻ ജാക്സനെ കൂട്ടിയിട്ട് പോകുമ്പോഴത്തേക്കും സെക്രട്ടറി എസ്തർ ഉണ്ടല്ലോ, അവളും ഇവരുടെ പിറകെ തന്നെ പോകുന്നുണ്ട്. അങ്ങനെ പോകുന്ന വഴിക്കാണ് ജാക്സൺ ഹീറോയിനോട് മറ്റൊരു കാര്യം കൂടി പറയുന്നത്, ഇതുപോലെ ബിസിനസ്മാൻ തന്റെ ആ ഒരു പേപ്പറിൽ എഴുതി വെച്ച ആ ഒരു കാര്യമുണ്ടല്ലോ, ആ കാര്യം ഞാൻ മറ്റൊരാളോടും കൂടി പറഞ്ഞിട്ടുണ്ട്. ഇത് കേൾക്കുന്ന ഹീറോയിൻ പറയും, നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവുമെന്ന് ഞാൻ എന്തായാലും വിചാരിച്ചതാണ്, അതുപോലെ തന്നെ സംഭവിച്ചു എന്ന് പറയുമ്പോഴത്തേക്കാണ് ടിമ്മിന്റെ ഭാര്യ മോളി ഉണ്ടല്ലോ, അവൾ ഇപ്പോൾ ബീച്ചിൽ നിന്ന് നടന്ന് കരയിലേക്ക് പോകുന്നു. അങ്ങനെ മോളി നടന്ന് തന്റെ റൂമിലേക്ക് പോകുന്നതും അവിടെ ഇപ്പോൾ ടിമ്മും ഉണ്ട്. അപ്പോഴേക്കാണ് മോളി ടിമ്മിനോട് പറയുന്നത്, ഞാൻ ബീച്ചിൽ നീന്താനായിട്ട് പോയതാണ്, ഞാൻ അവിടെ നീന്താൻ ചെല്ലുമ്പോൾ ബീച്ചിൽ മറ്റൊരാളും കൂടി നീന്തുന്നുണ്ടായിരുന്നു. അങ്ങനെ അവള് വീണ്ടും എന്തൊക്കെയോ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും അവളുടെ ഭർത്താവ്, ഹേയ് നീ എന്തായാലും ഈ ഒരു വെള്ളം കുടിക്കേ എന്ന് പറഞ്ഞ് ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചിട്ട് അവൾക്ക് കുടിക്കാനായിട്ട് കൊടുക്കുമ്പോഴത്തേക്കും കറക്റ്റ് സമയത്ത് നമ്മുടെ ജാക്സൺ അകത്തേക്ക് കയറി ടിമ്മിനെ അങ്ങ് തടയാണ്, അവരെ പിടിച്ച് താഴേക്കിട്ടിട്ട് അവനെ അങ്ങനെ പിടിച്ചു വെക്കുന്നതും നമ്മുടെ ഹീറോയും വന്ന് മോളിയുടെ കയ്യിൽ നിന്ന് അവൾക്ക് കുടിക്കാനായിട്ട് കൊടുത്ത ആ ഒരു വെള്ളം ഉണ്ടല്ലോ അതങ്ങ് വാങ്ങി വെക്കും. അവൾ എന്തായാലും അത് കുടിച്ചിട്ടില്ല. അതേസമയം സെക്രട്ടറി അവിടേക്ക് വന്നിട്ട്, ഹേയ് അയാളെ വിടെന്നും പറഞ്ഞിട്ട് ഇവരോട് പറയുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയിൻ പറയുന്നത്, യഥാർത്ഥ കില്ലർ ആരാണെന്നറിയോ, അത് വേറെ ആരുമല്ല ഹോട്ടൽ ഓണറായിട്ടുള്ള ടിം ആണെന്ന് പറയുന്നതും ഈ സെക്രട്ടറി പെട്ടെന്ന് ഇത് സത്യമാണോ, അപ്പോൾ ഹോട്ടൽ ഓണർ സെക്രട്ടറിയോട് മിണ്ടാതിരിക്കാൻ പറയുന്നതും കറക്റ്റ് സമയത്ത് അവിടേക്ക് പോലീസ് വന്നിട്ട് ഹോട്ടൽ ഓണറായിട്ടുള്ള ടിമ്മിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. അതേസമയം ആ ഒരു ജോലിക്കാരിയുടെ ആന്റി അവരും അവിടേക്ക് വന്ന്, ഇപ്പോൾ നീ പിടിക്കപ്പെട്ടു, നിന്നെ പറ്റിയുള്ള സത്യം അവൾക്കറിയാമായിരുന്നു, അതുകൊണ്ടല്ലേ നീ അവളെ കൊന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോയിൻ മാർപ്പിള് എങ്ങനെയാണ് ഈ ഒരു കൊലയാളിയെ കണ്ടുപിടിച്ചത് എന്നുള്ള കാര്യം ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാണ്. സത്യത്തിൽ നമ്മുടെ മേജറിന് ഒരു കണ്ണ് കാണാൻ കഴിയത്തില്ല, ഒരെണ്ണം ഫേക്ക് ആയിരുന്നു, അതും ഒരു വേട്ടയ്ക്ക് പോകുമ്പോഴത്തേക്കാണ് തന്റെ കണ്ണിന്റെ ആ ഒരു കാഴ്ച പോയതായിട്ട് മേജർ പറഞ്ഞിട്ടുള്ളത്. അന്ന് കില്ലറിന്റെ ഫോട്ടോ നമ്മുടെ ഹീറോയിനെ കാണിച്ചു കൊടുക്കാനായിട്ട് വരുമ്പോഴത്തേക്കും
ഹീറോയിന്റെ വലത് സൈഡിലേക്ക് മേജർ നോക്കിയതായിട്ടാണ് ഹീറോയിൻ വിചാരിച്ചത്. പക്ഷെ ആ ഒരു ഡയറക്ഷനിൽ ഹീറോയിൻ നോക്കുമ്പോഴത്തേക്കും മേജറിന്റെ ഫേക്ക് ആയിട്ടുള്ള ആ ഒരു കണ്ണ് വെച്ചിട്ടുണ്ടല്ലോ, അത് വലതുവശത്തായിരുന്നു, ആ ഭാഗത്തായിരുന്നു. പക്ഷേ കാണാൻ കഴിയുന്ന ആ ഒരു കണ്ണ് മറ്റൊരു ഡയറക്ഷനിൽ. ആ ഡയറക്ഷനിലാണ് സത്യത്തിലെ ഹോട്ടൽ ഓണറും അവന്റെ ഭാര്യയും വരുന്നത്. സത്യത്തില് നമ്മുടെ മേജർ അന്വേഷിച്ചു വന്ന കല്യാണം കഴിച്ചിട്ട് ഭാര്യമാരെ കൊല്ലുന്ന ആ ഒരു കൊലയാളി ഉണ്ടല്ലോ, അത് വേറെ ആരുമല്ല, അത് ഹോട്ടൽ ഓണറാണ്. അങ്ങനെ ഹോട്ടൽ ഓണറായിട്ടുള്ള ടിം അവിടെ ഇരിക്കുന്ന കണ്ടിട്ടാണ് മേജർ ആ ഒരു ഫോട്ടോ മറച്ചതും അതേപോലെ തന്നെ സംസാരിക്കുന്ന ആ ഒരു ടോപ്പിക്ക് വിട്ട് മറ്റൊരു കാര്യം സംസാരിച്ചതും. അങ്ങനെ നമ്മുടെ മേജറിന് സത്യങ്ങളെ മനസ്സിലായെന്ന് അറിഞ്ഞിട്ടാണ് ഹോട്ടൽ ഓണർ ടിം മേജറിനെ കൊന്നത്. അതേപോലെ ഈ ഒരു കുറ്റമെല്ലാം അമേരിക്കൻ ലേഡിയായിട്ടുള്ള ലക്കിയുടെ ഭർത്താവായിട്ടുള്ള ഗ്രേഗിന്റെ മണ്ടയിൽ വെച്ച് കെട്ടാൻ വേണ്ടിയിട്ടാണ് അയാളുടെ മരുന്ന് ബോട്ടിൽ മേജറിന്റെ റൂമിൽ കൊണ്ട് വെച്ചതും. അതുപോലെ അന്ന് രാത്രി മേജറിന്റെ റൂമിൽ ഹോട്ടൽ ഓണർ ഉണ്ടായിരുന്നു. ഈ കാര്യം നമ്മുടെ ജോലിക്കാരി കണ്ടു. അതുകൊണ്ടാണ് ഹോട്ടൽ ഓണറായിട്ടുള്ള ടിം നമ്മുടെ ജോലിക്കാരിയെ കൊന്നത്. അത് കഴിഞ്ഞിട്ട് അവസാനമായിട്ടും തന്റെ ഭാര്യയെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്ത് അവള് നീന്താൻ പോകുമ്പോഴത്തേക്ക് അവളെ കൊല്ലാനാണ് ടിം പ്ലാൻ ചെയ്തത്. പക്ഷേ തന്റെ ഭാര്യയാണെന്ന് വിചാരിച്ച് കൊന്നതോ അമേരിക്കൻ ലേഡിയായിട്ടുള്ള ലക്കിയെ. അങ്ങനെയാണ് ലക്കി മരിച്ചത്. അതുമല്ല, തന്റെ ഭാര്യയ്ക്ക് ഡ്രഗ്സ് കൊടുത്ത് അവൾക്ക് മാനസികമായിട്ടുള്ള ആ ഒരു പ്രശ്നം വരാനും കാരണം ടിം തന്നെയായിരുന്നു. അങ്ങനെ അവൾക്ക് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അവളെ കൊല്ലാനും എളുപ്പമാണ്. അതുകൊണ്ടാണ് ആ ഒരു അസുഖത്തെ ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു ബുക്ക് ടിം വാങ്ങിയിട്ട് തന്റെ റൂമിൽ വെച്ചത്. അപ്പൊ തന്റെ ഭർത്താവ് തന്റെ അസുഖത്തെ പറ്റി ടെൻഷൻ ആവുന്നുണ്ട് എന്ന് അവളെ വിശ്വസിപ്പിക്കണം. അതിനു വേണ്ടിയിട്ടാണ് അവൻ അങ്ങനെ ഒരു കാര്യം ചെയ്തത്. അപ്പോ തന്റെ ഭാര്യയായിട്ടുള്ള മോളിയെ കൊന്നതിന് ശേഷം അത് കഴിഞ്ഞ് സെക്രട്ടറി ഉണ്ടല്ലോ, അവളെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ടിം പ്ലാൻ ചെയ്തത്. അതിന് കാരണം ജാക്സൺ നമ്മുടെ സെക്രട്ടറി എസ്തറിന് ബിസിനസ്സുകാരൻ കൊടുക്കുന്ന ആ ഒരു സ്വത്തിന്റെ കണക്കുണ്ടല്ലോ, അതിനെപ്പറ്റി ജാക്സൺ മറ്റൊരാളോട് പറഞ്ഞു. അത് വേറെ ആരുമല്ല, ഈ ഒരു ഹോട്ടൽ ഓണർ ആയിരുന്നു. അത് മനസ്സിലാക്കിയതുകൊണ്ടാണ് അവൻ സെക്രട്ടറിയെ കല്യാണം കഴിക്കാണ്ട് പ്ലാൻ ചെയ്തത്. അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടത് തന്റെ ഭാര്യയെ കൊല്ലണം. അതിനുവേണ്ടി അവസാനം അവൾ കുടിക്കുന്ന ആ ഒരു വെള്ളത്തിൽ എന്തോ കലക്കി അവൾക്ക് കുടിക്കാനായിട്ട് കൊടുക്കുന്നതും. അതിനു മുന്നേ നമ്മുടെ ഹീറോയിൻ അവിടേക്ക് വന്ന് ഈ കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ചിട്ട് അത് തടയുകയും ചെയ്തു. അവസാനം കൊലയാളിയെ കണ്ടുപിടിക്കുകയും ചെയ്തു. ഇപ്പൊ സ്റ്റാർട്ടിങ്ങിലെ നമ്മുടെ മേജർ ആ 2 കൊലപാതക കേസുകളെ പറ്റി ഹീറോയിനോട് പറയുമ്പോഴത്തേക്കും അത് കുറച്ച് സീരിയസ് ആയിട്ട് എടുത്താൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മേജർ അപ്പൂപ്പൻ ഒരിക്കലും മരിക്കത്തില്ലായിരുന്നു. എന്തായാലും അവസാനമായിട്ട് ഈ ഒരു കേസ് ഹീറോയിൻ സോൾവ് ചെയ്തല്ലോ. അതോടെ ഈ മൂവി ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോ ആരൊക്കെ കൊലയാളിയെ നേരത്തെ കണ്ടുപിടിച്ചു എന്നൊന്ന് കമന്റ് ചെയ്തേക്കാം. ആരാണെന്ന് മാത്രം കമന്റ് ചെയ്യരുത് പ്ലീസ്, മറ്റുള്ളവർക്കും കൂടി കാണാനുള്ളതാണ്. നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയെന്ന് മാത്രം ഒന്ന് കമന്റ് ചെയ്തേക്കാം. അതുപോലെ മറ്റുള്ളവരും കണ്ടുപിടിക്കാൻ ശ്രമിക്കട്ടെ. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക എന്നുള്ളത് മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ നല്ലൊരു മൂവി കൊണ്ടുവരാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ അതുവരയ്ക്കും നല്ല സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് എല്ലാവരും ഇരിക്കുക. പുതിയൊരു മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ.